എന്നുള്ള സൂചനകളാണ്. നമസ്കാരം, ഗുഡ് മോർണിംഗ്. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. വീണ്ടും ഒരു തിങ്കളാഴ്ച വന്നിരിക്കുകയാണ് അല്ലേ. നമ്മളൊരു ഞായറാഴ്ചയുടെ ആലസ്യത്തിൽ നിന്നും വീണ്ടും വളരെ ആക്റ്റീവായ ഒരു വീക്കിലേക്ക് കടക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ എല്ലാവരും സ്കൂളിലേക്കും കോളേജിലേക്കും ഓഫീസിലേക്കും ഒക്കെ പോകാനുള്ള ഒരു തിരക്കിലായിരിക്കും, ഓട്ടപ്പാച്ചിലായിരിക്കും. അപ്പോൾ അതിനിടയിൽ നമുക്ക് കുറച്ച് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ കണ്ടു പോകാം. എന്തായാലും ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഒന്ന് ഓടിച്ചിട്ട് പരിശോധിക്കുകയാണെങ്കിൽ, നിയമസഭാ സമ്മേളനം തുടരുകയാണ്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ തിരുവമ്പാടിയിൽ വൈദ്യുതി വിച്ഛേദിച്ച നടപടി, PSC കോഴ ആരോപണം എന്നിവയൊക്കെ പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചേക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും ഇന്ന് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുക PSC അംഗമാക്കാമെന്ന് വാഗ്ദാനം നൽകി CPM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം 22 ലക്ഷം കൈക്കൂലി വാങ്ങിയെന്ന ആ ഒരു ആരോപണം തന്നെയാകും. മറ്റൊന്ന്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്ന വാർത്തയാണ് കൂടോത്രം വിവാദം. അതിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്, പുരോഗമിക്കുന്നുണ്ട്. അതൊക്കെ തന്നെയായിരിക്കും ഇന്നും രാഷ്ട്രീയ കേരളം ഏറെ ചർച്ചയാകാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ CPI നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. അപ്പോൾ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകണം. അതോടൊപ്പം നീറ്റ് UG പരീക്ഷാ ക്രമക്കേടിൽ സമർപ്പിച്ച ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാകാം സുപ്രീം കോടതിയുടെ തീരുമാനം ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കണം. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, +1 ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികളെല്ലാം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ദേശീയ തലത്തിലേക്ക് കടന്നാൽ, പ്രതിപക്ഷ നേതാവായതിനു ശേഷം രാഹുൽ ഗാന്ധി ആദ്യമായി മണിപ്പൂർ സന്ദർശിക്കുകയാണ്. അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഒപ്പം ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റഷ്യയിലേക്ക് തിരിക്കുകയാണ്. മൂന്നാമത് അധികാരമേറ്റതിനു ശേഷം പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ വിദേശ യാത്രയാണിത് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ യാത്രയ്ക്കുണ്ട്. മറ്റൊന്ന്, നമ്മൾ ഇനി അന്തർദേശീയ തലത്തിലേക്ക് കടന്നാൽ, ഫ്രാൻസിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആദ്യ ഫലസൂചനകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇടതുപക്ഷ മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വിശദമായി മോർണിംഗ് വൈബ്സിൽ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ വാർത്തകളിലേക്കെല്ലാം നമുക്ക് വിശദമായി കടക്കാം. അതിനു മുമ്പ് നമുക്ക് തുടക്കത്തിൽ ഏത് വാർത്ത പരിശോധിക്കാമെന്ന് നോക്കാം വിശദമായി. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ KPCC അധ്യക്ഷനെതിരായ കൂടോത്ര വിവാദത്തിൽ മൗനം തുടർന്ന് കോൺഗ്രസ് നേതൃത്വം. മാധ്യമങ്ങൾക്ക് മുമ്പിൽ പരസ്യ പ്രതികരണങ്ങൾ നടത്തി പ്രതിരോധത്തിലാകേണ്ട എന്ന നിലപാടിലാണ് മുതിർന്ന നേതാക്കൾ ഉള്ളത്. അതേസമയം വിവാദവുമായി ബന്ധപ്പെട്ട് നിയമോപദേശം ലഭിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ്. VV അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ കൂടോത്ര വിവാദം അത് തന്നെയാണ് നമ്മൾ രാഷ്ട്രീയ കേരളം കുറച്ചധികം ദിവസങ്ങളായി ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് 18 കേരളം പുറത്തുവിട്ട ഒരു വാർത്ത കൂടിയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ എന്തായാലും മുതിർന്ന നേതാക്കളൊന്നും ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അത്തരത്തിൽ പ്രതികരിച്ചിനി കൂടുതൽ വെട്ടിലാകേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് അവർ ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? ആര്യ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും കേരള രാഷ്ട്രീയം വളരെ ഞെട്ടലോടെയും അതിനപ്പുറം ജാള്യതയോടെയും കേട്ട വാർത്തയാണ് കൂടോത്ര വിവാദം. ന്യൂസ് 18 പുറത്തുവിട്ട വാർത്ത. അതിന് കാരണം 2024 നിൽക്കുമ്പോഴും ഇത്തരം അന്ധവിശ്വാസങ്ങൾ കേരളം ഇപ്പോഴും, അതും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ തന്നെ, ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊന്നിന്റെ നേതാക്കൾ തന്നെ അതിൽ വിശ്വാസമുണ്ടെന്ന് പരസ്യമായി സമ്മതിക്കുകയാണ്. കൂടോത്ര വീഡിയോയിൽ KPCC അധ്യക്ഷന്റെ ശബ്ദം നമുക്ക് കേൾക്കാം. അതിനുശേഷം കാസർഗോഡ് MP തനിക്ക് കൂടോത്രത്തിൽ വിശ്വാസമുണ്ട് നമ്മുടെ പ്രതിനിധി ഡാൻ കുര്യനോട് പറയുന്നു. അത്തരത്തിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ തന്നെ കൂടോത്രം പോലെ തികച്ചും കാലത്തിന് ചേരാത്ത അന്ധവിശ്വാസങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരം അനാചാരങ്ങളുടെ വിശ്വാസക്കാരാണ്, അവർ വിശ്വസിക്കുന്നത് എന്ന വാർത്തയാണ് ഏറ്റവും ഞെട്ടലോടെ കേരളം കേട്ടത്. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പമല്ല KPCC നേതൃത്വത്തിനാകട്ടെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനാകട്ടെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ. എന്തു പറഞ്ഞാലും തങ്ങൾക്ക് തിരിച്ചടിയാവുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിന്, അദ്ദേഹത്തോട് ഈ വാർത്ത വന്ന് ഏതാനും മണിക്കൂറുകൾക്കകം ഞാൻ തന്നെയാണ് ചോദിച്ചത്. കൂടോത്രം വിവാദം, അദ്ദേഹം ആദ്യം എനിക്ക് അതിനെപ്പറ്റി മറ്റൊന്നും അറിയില്ല, പ്രതികരിക്കാൻ താല്പര്യമില്ലാതെ അദ്ദേഹം സംസാരിച്ചു. പിന്നീട് അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ഇന്ന് വീണ്ടും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകും. നിയമസഭയിൽ വാക്കൌട്ട് പ്രസംഗത്തിന് ശേഷം സാധാരണ അദ്ദേഹം മാധ്യമങ്ങളെ കാണാറുള്ളതാണ്. അവിടെ അദ്ദേഹത്തോട് വീണ്ടും ഈ ചോദ്യം ഉന്നയിക്കാം. പക്ഷേ എങ്ങനെ മറുപടി പറയുമെന്ന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരള നിയമസഭ
നേരത്തെ തന്നെ ഈ കൂടോത്രം പോലുള്ള അനാചാരങ്ങൾക്കെതിരെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ വലിയ വികാരം പ്രകടിപ്പിച്ച നിയമസഭയാണ്. ഒരു നിയമം കഴിഞ്ഞ കുറേ നാളുകളായി അതിന്റെ നിർമ്മാണ ഘട്ടത്തിലാണ്, നിയമസഭയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പ് സർക്കാർ തലത്തിൽ ആ നിയമത്തിന്റെ പരിശോധന നിയമവകുപ്പിലും ആഭ്യന്തര വകുപ്പിലുമായൊക്കെ നടക്കുകയാണ്. ഇലന്തൂർ നരബലി അടക്കം നടന്ന സമയത്ത് വലിയ ചർച്ച നിയമസഭയിൽ വന്നതാണ്. അന്ധവിശ്വാസങ്ങൾ തടയാൻ കൃത്യമായ നിയമനിർമ്മാണം വേണം, ആർക്കും അതിനുള്ള ധൈര്യം നൽകാത്ത തരത്തിലുള്ള നിയമനിർമ്മാണം വേണമെന്ന് ഈ പ്രതിപക്ഷമടക്കം ഉന്നയിച്ചതാണ്. ഏതായാലും സ്വാതന്ത്ര്യമില്ലാത്ത പ്രതിരോധത്തിലാണ് വിഷയം കോൺഗ്രസിനെ കൊണ്ട് ചെന്ന് എത്തിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ വിഷയം അല്ലെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി മറുപടി പറയേണ്ട ബാധ്യത കോൺഗ്രസിൽ വന്നു ചേർന്നിട്ടുണ്ട്. മാത്രവുമല്ല, ഈ വിഷയം ഭരണപക്ഷത്തെ നേതാക്കൾ പലരും CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് റിയാസ് നിയമസഭയിൽ തന്നെ പരോക്ഷ വിമർശനം, റോഡുകളുടെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട നോട്ടീസ് വരുമ്പോൾ അവിടെ റോഡുകൾ പല കാര്യങ്ങൾക്ക് കീറിമുറിക്കാറുണ്ട്, കൂടോത്രത്തിന് പോലും കീറിമുറിക്കുന്നുവെന്ന് പരിഹസിച്ചുകൊണ്ട് പോയിരുന്നു. ഇന്നലെ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ എ റഹീം അതിരൂക്ഷ വിമർശനം കോൺഗ്രസ് നേതൃത്വത്തിന് ഉന്നയിച്ചിരുന്നു. മന്ത്രി MB രാജേഷ്, അത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഈ കൂടോത്ര വിവാദത്തിൽ കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. നിയമസഭ ഇനി 11-ാം തീയതി വരെ തുടരുന്നുണ്ട്. അവിടെ വീണ്ടും വിഷയം ഉയർന്നു വന്നേക്കാം. അത്തരത്തിൽ പ്രതിപക്ഷത്തിന്റെ എല്ലാ സർക്കാരിലുള്ള ആരോപണങ്ങൾക്കുള്ള മറുപടിയായി കൂടി ഭരണപക്ഷം ഇതിനെ കാണുകയാണ്. ആ രീതിയിലുള്ള ആക്രമണം സ്വാഭാവികമായും വരും ദിവസങ്ങളിലും ഉണ്ടാകും. നിയമവഴിയിലും തേടുന്നു എന്നുള്ളത് പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ എവിടെയൊക്കെയാണ് ഇത്തരം കൂടോത്രങ്ങൾ ചെയ്തത്, പല സ്ഥലങ്ങൾ KPC ആസ്ഥാനത്ത് KPC അധ്യക്ഷന്റെ മുറിയിൽ, അദ്ദേഹത്തിന്റെ കണ്ണൂരിലെ വീട്ടിൽ, അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്ത് പേട്ടയിൽ അദ്ദേഹം നേരത്തെ താമസിച്ചിരുന്ന വാടക വീട്ടിൽ തുടങ്ങി പല സ്ഥലങ്ങളിലും ഇത്തരം കൂടോത്ര പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ കോൺഗ്രസ് ക്യാമ്പ് തന്നെ പുറത്തുവിടുന്നത്, അദ്ദേഹത്തിനൊപ്പമുള്ളവർ തന്നെ പുറത്തുവിടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ പരിശോധന ഉണ്ടാകുമോ, അത്തരം കാര്യം നിയമസാധുതയാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. എവിടെ FIR ഇടണം, എവിടെ നിന്ന് അന്വേഷണം തുടങ്ങണമെന്ന കാര്യമാണ് ഇപ്പോൾ പ്രധാനമായും സംസ്ഥാന പോലീസ് അന്വേഷിക്കുന്നത്. ഏതായാലും കോൺഗ്രസിനെ വരും ദിവസങ്ങളിലും വലിഞ്ഞു മുറുക്കാൻ തക്ക ശക്തിയുള്ള ഒരു വാർത്ത തന്നെയാണ് ഡാൻ കുര്യൻ പുറത്തുവിട്ടത്. അതുതന്നെയാകും വരും ദിവസങ്ങളിലും കേരള രാഷ്ട്രീയം ആ രീതിയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിയമസഭാ സമ്മേളനം കഴിഞ്ഞാലും എങ്ങനെ ഇതിനെ പ്രതിരോധിക്കും കോൺഗ്രസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും രാഷ്ട്രീയ വിഷയമല്ല, പകരം ഏതോ യുഗത്തിൽ ഇരുണ്ട യുഗമെന്നൊക്കെ ആളുകൾ പറയുന്ന ആ കാലഘട്ടത്തിലൊക്കെ നടന്നുവെന്ന് കരുതപ്പെടുന്ന കാര്യങ്ങൾ ഇപ്പോഴും കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ തന്നെ വിശ്വസിക്കുന്നുണ്ട്. അതൊരു അന്ധവിശ്വാസം തന്നെയെന്ന് നിസ്സംശയം പറയാൻ കഴിയും. അതുതന്നെയാണ് എങ്ങനെയാണ് ഇന്ത്യ നയിക്കാൻ തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാന പ്രതിപക്ഷമായ ഒരു പാർട്ടി ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതെന്ന ചോദ്യത്തിനു കൂടി കോൺഗ്രസ് നേതൃത്വം മറുപടി പറയേണ്ടി വരും. അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയം കോൺഗ്രസിനുണ്ടാക്കിയിട്ടുള്ള ജാള്യത അത് ചെറുതൊന്നുമല്ല. എങ്ങനെയാണ് ഇത്തരത്തിൽ നേതൃസ്ഥാനത്തിരിക്കുന്ന നേതാക്കന്മാർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത്, വിശ്വസിക്കാൻ പറ്റുന്നത് എന്നതിനപ്പുറം ഇതൊക്കെ പരസ്യമായി സമ്മതിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാവരെയും ഞെട്ടിപ്പിച്ച കാര്യം. ഈ പാർട്ടിക്കുള്ളിൽ തന്നെ പ്രത്യേകിച്ച് യുവ നേതാക്കളൊക്കെ തന്നെയും ഇവർക്കെതിരെ വിമർശനവുമായി രംഗത്ത് വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എങ്ങനെ പ്രതിരോധിക്കും, പാർട്ടിക്ക് പുറത്തു നിന്നുള്ള വിമർശനങ്ങളെയും ഒക്കെ എങ്ങനെ പ്രതിരോധിക്കും, CPM അടക്കമുള്ള പാർട്ടികൾ ഇതിനെ ആയുധമാക്കുമ്പോൾ അതിനെങ്ങനെ മറുപടി നൽകണം എന്നുള്ളതൊന്നും ഇതിനോടകം തന്നെ അത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പോലും നേതൃത്വത്തിനായിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ പാർട്ടിക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ സജീവമായിരിക്കുമല്ലോ. ആരാണ് ഈ കൂടോത്രം ചെയ്തത് എന്നത് സംബന്ധിച്ച് പല ചർച്ചകളും നടക്കുന്നുണ്ടാവും. നേതാക്കന്മാർക്കിടയിൽ അത്തരത്തിലുള്ള സംസാരം പുരോഗമിക്കുന്നുണ്ടാകും. അങ്ങനെയിരിക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ VD സതീശന് നേരെയാണ് ഈ ഒളിയമ്പുകളെല്ലാം പോകുന്നത്. അത്തരത്തിൽ എന്ത് ചർച്ചയാണ് പാർട്ടിക്കുള്ളിൽ നടക്കുന്നത്? ഈ കൂടോത്രം ആര് ചെയ്തു എന്നതിനെ സംബന്ധിച്ച് ഈ നേതാക്കന്മാർക്ക് ഓൾറെഡി എന്തായാലും ഒരു ധാരണ ഉണ്ടാകും ആരാണ് എന്നുള്ളത്. അവർ പുറത്തേക്ക് ആ ഒരു പേര് വെളിപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ പരസ്യമായ പ്രതികരണങ്ങൾക്ക് തയ്യാറാകുന്നില്ല എന്നതായിരിക്കുമല്ലോ വാസ്തവം. അപ്പോൾ അങ്ങനെ ഇരിക്കെ എന്താണ് അതിനുള്ളിൽ, ഈ ആര് ചെയ്തു, ആരാണ് ഇതിന്റെ പിന്നിൽ, ഈ ഗ്രൂപ്പ് പോരെ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നത്? അറിയാം, കോൺഗ്രസിന്റെ എല്ലാ നേതാക്കൾക്കും അത് അറിയില്ലെങ്കിലും അറിയാവുന്ന രണ്ടുപേർ ഉണ്ട്. അത് അവർ തന്നെ സമ്മതിക്കുന്നുമുണ്ട്. അതായത് ഒന്ന് KPC അധ്യക്ഷൻ K. സുധാകരനാണ്, മറ്റൊന്ന് കാസർഗോഡ് MP രാജമോഹൻ ഉണ്ണിത്താനാണ്. രണ്ടുപേർക്കും ഇത് ആരാണ് ചെയ്യുന്നറിയാം. അത് അവർ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയോ അല്ലെങ്കിൽ CCTV ദൃശ്യങ്ങളിൽ കണ്ടെത്തിയതോ ഒന്നുമല്ല. പകരം ആരാണ് എന്ന് ഈ കൂടോത്രം
ത്തിന്റെ ചെയ്തികൾ മറികടക്കാൻ ഉപദേശിച്ച ആ പരികർമ്മി തന്നെ അല്ലെങ്കിൽ ആ ജ്യോത്സ്യൻ തന്നെ തങ്ങളോട് പറഞ്ഞതായാണ് KPCC അധ്യക്ഷനും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളും വ്യക്തമാക്കുന്നതുകൊണ്ട് അവർക്ക് അതറിയാം, ആ പേരാരെന്ന് അവർ കൃത്യമായി അറിയാം. പക്ഷേ ആ പേര് പുറത്തു പറയാൻ അവർ തയ്യാറാകുന്നില്ല. പല അഭ്യൂഹങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ പേരടക്കം ഇതിൽ ഉയർന്നു വരുന്നുണ്ട്. ആദ്യം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജാണ് ഒരു പുതിയ പദം പോലും കേരള രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്തുകൊണ്ട് ഇത് കൂടോത്ര കൊട്ടേഷനാണെന്ന് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കൊട്ടേഷൻ എന്ന് ആദ്യം പറഞ്ഞത് ന്യൂസ് 8നോട് സംസാരിക്കുമ്പോൾ VK സനോജാണ്. പിന്നീട് സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അതേ നിലപാട് ആവർത്തിക്കുന്നു. VD സതീശനിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് വിമർശനം ഉന്നയിക്കുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ കേസുമായി ബന്ധമുള്ളവർ അല്ലെങ്കിൽ ഈ വിവാദവുമായി ബന്ധപ്പെട്ട സുധാകരനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുയായ വിപിനോ അല്ലെങ്കിൽ ഈ സംഭവം നടക്കുമ്പോൾ അദ്ദേഹം കൂടെയുണ്ട് ഇത് കണ്ടെടുക്കുമ്പോൾ വിപിനോ അല്ലെങ്കിൽ രാജ്ഭവൻ MPയോ ഒന്നും ഇതുവരെയും ഈ പ്രതിപക്ഷ നേതാവിന്റെ പേര് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ പേര് പറയാതെ തന്നെയാണ് വിമർശനങ്ങളുള്ളത്. ഏതായാലും പല അഭ്യൂഹങ്ങളുണ്ട്, പല നേതാക്കളുടെ പേരുണ്ട്. നേരത്തെ തന്നെ കോൺഗ്രസ് ചില നേതാക്കൾ സ്ഥിരമായി ഇത്തരം കൂടോത്രം ചെയ്യുന്നവരാണെന്ന ചർച്ചകൾ കോൺഗ്രസിൽ തന്നെ സജീവമാണ്. കോൺഗ്രസിൽ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ, വളരെ പ്രധാനപ്പെട്ട പദവിയിലെ നേതാക്കൾ പോലും ഇത്തരം ആഭിചാര ക്രിയകളോട് ആഭിമുഖ്യമുള്ളവരെന്ന വിമർശനം അല്ലെങ്കിൽ ആ ചർച്ചകൾ അടക്കം പറച്ചിലുകൾ കോൺഗ്രസ് ക്യാമ്പിൽ സജീവമാണ്. പക്ഷേ ഏതെങ്കിലും നേതാവിന്റെ പേരിൽ ഇതുവരെയും ഇത്തരം ആരോപണം ഉന്നയിക്കാൻ കോൺഗ്രസിൽ നിന്നാരും തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് ഇതിന് ഇരയായി എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇരയായി എന്ന് അവകാശപ്പെടുന്ന സുധാകരൻ പോലും അത്തരത്തിലൊരു നേതാവിന്റെയും പേരെടുത്ത് പറയാൻ കഴിയില്ല. പല അഭ്യൂഹങ്ങൾ, പല രഹസ്യ ആരോപണങ്ങളൊക്കെ മാത്രമാണ് ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നേതാവിന്റെ പേരിലുള്ളത്. അത് ഒരുപക്ഷെ ഇനി അന്വേഷണത്തിൽ കണ്ടെത്തണം. അന്വേഷണത്തിൽ എങ്ങനെ കണ്ടെത്തും, ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ അന്വേഷണ സംഘം കണ്ടെത്തുമെന്ന കാര്യം വലിയൊരു ചോദ്യചിഹ്നമാണ്. അല്ലെങ്കിൽ ഇത് ഇരയായി എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ തനിക്കെതിരെയാണ് എന്ന് പറയുന്ന KPCC അധ്യക്ഷൻ സുധാകരൻ പറയണം ആരാണ് ഇത് ഇത്തരമൊരു രീതി സ്വീകരിച്ചത്, രാഷ്ട്രീയത്തിൽ ഇത്തരമൊരു കൂടോത്രം സ്വീകരിച്ചത്, അതെന്തുകൊണ്ട് എന്നൊക്കെ മറുപടി പറയേണ്ടത് സുധാകരൻ കൂടിയാണ്. ആര്യ, തീർച്ചയായും VV അരുണാണ് ആ വിവരങ്ങൾ നൽകിയത്. എന്തായാലും KPCC അധ്യക്ഷനെതിരായ കൂടോത്ര വിവാദത്തിൽ മൗനം തുടരുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഇപ്പോഴും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പരസ്യ പ്രതികരണങ്ങൾ നടത്തി കൂടുതൽ പ്രതിരോധത്തിലാകേണ്ട എന്നുള്ള ഒരു നിലപാടിലാണ് മുതിർന്ന നേതാക്കൾ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേസമയം വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. നിയമോപദേശം ലഭിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് ഉള്ളത്. ഏത് തരത്തിൽ ഈ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ചർച്ചയാണ് നടക്കുന്നത്. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൂടോത്രം പോലെയുള്ള ക്രിയകൾ അതൊരു ക്രിമിനൽ കുറ്റമായി ഇപ്പോഴും നിയമപരിധിയിൽ വന്നിട്ടില്ലാത്തൊരു സാഹചര്യത്തിൽ ഏത് തരത്തിൽ ഇതിന്റെ FIR ഇടണം എന്നതടക്കമുള്ളതിൽ ആലോചന ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി മാറണമെന്നും മുന്നണി തന്നെ വിടണമെന്നുമുള്ള മുറവിളി കീഴ്ഘടകങ്ങളിൽ ശക്തമായിരിക്കെ CPIയുടെ 3 ദിന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാനാണ് യോഗം. മുഖ്യമന്ത്രിക്കും സർക്കാരിനും CPMനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് നേരത്തെ ജില്ലാ കമ്മിറ്റികളിൽ ഉയർന്നത്. മന്ത്രിസഭ ഒന്നാകെ മാറി മുഖം മിനുക്കണമെന്ന ആവശ്യവും ശക്തമാണ്. SFIയെ വിമർശിച്ച സംസ്ഥാന സെക്രട്ടറിക്കെതിരെ CPM SFI നേതാക്കൾ രൂക്ഷ വിമർശനം ഉയർത്തിയതും ചർച്ചയാകും. VV അരുൺ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, നേതൃയോഗങ്ങൾക്ക് തുടക്കമാവുകയാണ്. നേരത്തെ തന്നെ വിമർശനങ്ങൾ ഏത് തരത്തിലാണ് മുന്നോട്ട് വന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രിക്ക് അടക്കം എതിരെ രൂക്ഷമായ വിമർശനം, ഭരണശൈലി അടക്കം മാറ്റണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെയും മുന്നോട്ട് വെച്ചതാണ്. അതിനിടയിൽ ഈ SFI വിവാദം കൂടി എത്തിയിരിക്കുന്നു. അതിലുണ്ടായിട്ടുള്ള CPI സംസ്ഥാന സെക്രട്ടറിയുടെ പരാമർശം, അതിനെതിരെ CPM നേതാക്കളും SFIയും ഒക്കെ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. എന്തായാലും നേതൃയോഗങ്ങൾ ആരംഭിക്കുമ്പോൾ നേതൃയോഗത്തിൽ പ്രധാനമായും ചർച്ചയാകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ തിരിച്ചടി നേരിട്ടു എന്നതിനെ സംബന്ധിച്ച് പ്രധാനമായും വിമർശനങ്ങൾ ഏതൊക്കെ പോയിന്റുകൾ നിരത്തിയാകും ഉന്നയിക്കാൻ പോകുന്നത്. അസാധാരണമായ തിരിച്ചടിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കേരളത്തിൽ ഉണ്ടായത്. സീറ്റുകൾ തോറ്റു എന്ന് മാത്രമല്ല BJP ഒരു സീറ്റിൽ വിജയിക്കുകയും ചെയ്തു. അടിസ്ഥാന വോട്ടുകൾ CPMന്റെ ആയാലും CPIയുടെ അടിസ്ഥാന വോട്ടുകൾ, ഇടതുപക്ഷ വോട്ടുകൾ വലിയ രീതിയിൽ BJPയിലേക്ക് ഒഴുകിപ്പോയി എന്ന് രണ്ടു പാർട്ടികളുടെ നേതൃത്വങ്ങളും വിലയിരുത്തി. കോൺഗ്രസിലേക്കും വോട്ടുകൾ പോയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് CPIയുടെ 3 ദിവസം ചേരുന്നത്. ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവാണ്, നാളെയും മറ്റന്നാളും സംസ്ഥാന കൗൺസിൽ യോഗങ്ങളുമാണ് ചേരുന്നത്. ഈ യോഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് കാരണങ്ങൾ വിശദമായി തന്നെ വിലയിരുത്തും, വിശദമായി തന്നെ ചർച്ച ചെയ്യും. എന്തുകൊണ്ട് ഇത്തരം ഒരു തോൽവിയുണ്ടായെന്ന പല തലങ്ങളിൽ പല തവണയായി CPIയുടെ നേതൃത്വവും ചർച്ച ചെയ്യുകയാണ്. പല
യോഗങ്ങളുടെയും ഒരു അവസാന ഒരു ധാരണ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനായി വന്നത് ഭരണവിരുദ്ധ വികാരം അതിശക്തമായ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായെന്ന് CPI വിലയിരുത്തിയിരുന്നു. ഒരുപക്ഷെ മുഖ്യമന്ത്രിക്കെതിരെയാണ് CPIയുടെ ജില്ലാ കൗൺസിൽ യോഗങ്ങളിലും സംസ്ഥാന എക്സിക്യൂട്ടീവിലും അടക്കം അതിശക്തമായ വിമർശനം നേരത്തെ ഉയർന്നു വന്നത്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടവർ പോലും ഈ നേതൃയോഗങ്ങൾ പലയിടത്തും ഉണ്ടായി. മുഖ്യമന്ത്രി മാറണം, മുഖ്യമന്ത്രി മാറാതെ ഭരണം രക്ഷപ്പെടില്ല, ഈ സർക്കാർ നന്നാകില്ല തരത്തിലുള്ള വിമർശനമുണ്ടായി. ചിലയിടത്തൊക്കെ ഈ മുന്നണി തന്നെ വിട്ടുപോകണം, എന്തിന് ഇങ്ങനെ CPM-ന്റെ കൂടെ ഇടതുപൊഴി തുടരുന്ന ചോദ്യം ഉന്നയിച്ചവർ CPIയുടെ നേതൃത്വത്തിലുണ്ട്. മാത്രമല്ല പലയിടങ്ങളിലും ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശനം ഉന്നയിക്കുന്നു. കോൺഗ്രസ് ഈ ഒരു അവസരം ആ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്, രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. അതായത് മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉയർന്നു. CPI എന്തിന് അവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നു എന്ന ചോദ്യം കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്നുണ്ട്. പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ CPIയെ UDF മുന്നണിയിലേക്ക് അവർ ക്ഷണിക്കുന്നുണ്ട്. ആ സാഹചര്യങ്ങളിലൊക്കെയാണ് ഇന്ന് CPIയുടെ നേതൃയോഗം ചേരുന്നത്. അതിനിടെയാണ് ഈ മുന്നണി ബന്ധത്തെ പോലും ബാധിക്കുന്ന ചില പ്രസ്താവനകൾ അല്ലെങ്കിൽ വാക്കുകൊണ്ടുള്ള ഏറ്റുമുട്ടലുകൾ ഇരു പക്ഷ നേതാക്കൾ തമ്മിൽ ഉണ്ടാകുന്നത്. അതാദ്യം തുടങ്ങിയത് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടാണ്. അത് കണ്ണൂരിലെ സ്വർണ്ണം പൊട്ടിക്കൽ സ്വർണ്ണങ്ങൾ സംഘങ്ങളുമായി CPM-ന്റെ ഉന്നത നേതാക്കൾക്ക് പങ്കുണ്ടെന്ന ആരോപണം പുറത്തു വന്ന ശേഷം അതിൽ ബിനോയ് വിശ്വം പ്രതികരിച്ചിരുന്നു. അതുതന്നെ CPM നേതൃത്വത്തെ ആ രീതിയിൽ ഞെട്ടിച്ചതാണ്. അതിനുശേഷമാണ് SFI-യുമായി ബന്ധപ്പെട്ട ഉയർന്ന വിവാദങ്ങളിലും അതിരൂക്ഷ വിമർശനം, ഒരുപക്ഷെ പ്രതിപക്ഷം പോലും ഉന്നയിക്കാത്ത തരത്തിലുള്ള കടുത്ത വിമർശനം ഈ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ചത്. അതും CPM നേതൃത്വത്തെ ആ രീതിയിൽ അലോസരപ്പെടുത്തുന്നുണ്ട്. അതിന്റെ മറുപടി CPM-ന്റെ നേതാക്കളും അതുപോലെ തന്നെ SFI-യുടെയും DYFI-യുടെയൊക്കെ നേതാക്കളും ബിനോയ് വിശ്വത്തിന്റെ രംഗത്ത് വന്നു. ബിനോയ് വിശ്വത്തെ ചരിത്രം പഠിപ്പിക്കേണ്ട എന്ന നിലപാടുമായി ASF-ഉം AYF-ഉം ബിനോയ് വിശ്വത്തിന് പിന്തുണയുമായി വന്നു. അങ്ങനെ മുന്നണിക്കുള്ളിൽ തന്നെ ചില കലാപസമാനമായ സാഹചര്യങ്ങൾ അടുത്തിടെ ഉരുണ്ടുകൂടുന്നുണ്ട്. അത് SFI-യെ തിരുത്താനാണ്, അവരുടെ ചോര ആരും കുടിക്കാതിരിക്കാനുള്ള ആഗ്രഹം പറയുകയാണെന്ന് ബിനോയ് വിശ്വം പറയുമ്പോഴും കടുത്ത അതൃപ്തി അക്കാര്യത്തിൽ SFI-ക്കെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന CPI സംസ്ഥാന സെക്രട്ടറിയുടെ അവരുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ നിലപാടിൽ കടുത്ത അമർഷം CPM നേതൃത്വത്തിനുണ്ട്. പ്രത്യേകിച്ചും SFI എന്നതൊരു വികാരമായി കൊണ്ടു നടക്കുന്ന, ഹൃദയവികാരമായി കൊണ്ടു നടക്കുന്ന വലിയൊരു മുൻതലമുറ നേതാക്കൾ, അതായത് CPM-ന്റെ ഉന്നത നേതാക്കൾ പലരും SFI ആ രീതിയിൽ കാണുന്ന നേതാക്കളുണ്ട്. അവർക്കൊന്നും തന്നെ ബിനോയ് വിശ്വത്തിന്റെ ഈ നിലപാടുകളോട് യോജിപ്പില്ല. അത്ര രസത്തിലല്ല അവർ നിലപാടുകളെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളുമൊക്കെ ഇപ്പോഴും ഇരു പാർട്ടികൾക്കിടെ ഒരു കല്ലുകടിയായി നിലനിൽക്കുന്നുണ്ട്. ഭരണപരാജയം ഉണ്ട് എന്ന് അവർ ഉറപ്പിക്കുന്നു. ഭരണപരാജയം മറികടക്കാൻ സമൂലമായ അഴിച്ചുപണിയാണ് മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി അടക്കം മാറിക്കൊണ്ട് അഴിച്ചുപണിയാണ് വേണമെന്ന അഭിപ്രായമുള്ള CPI-യിൽ ഉണ്ട്. ഏതായാലും അത്തരം ഒരു ഔദ്യോഗിക നിലപാട് CPI-യുടെ സംസ്ഥാന കൗൺസിൽ സ്വീകരിക്കുമോ എന്ന് വ്യക്തമല്ല. പക്ഷേ വിമർശനങ്ങൾ ഉയരും. അത് CPM മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ല CPI-യുടെ മന്ത്രിമാർക്കും, അവരും കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിമാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒന്നും ചെയ്യാത്ത മന്ത്രിമാരാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ പെർഫോം ചെയ്യാത്ത മന്ത്രിമാരാണെന്ന വിമർശനം CPI-യുടെ നേതൃത്വങ്ങൾ അടക്കം ഉയർന്നു വരുന്നുണ്ട്. അത്തരത്തിൽ നിരവധി വിഷയങ്ങൾ സ്വയം വിമർശനപരമായി ഉന്നയിക്കാൻ CPI-യുടെ നേതാക്കൾ തയ്യാറാകുമെന്ന് തന്നെ കരുതണം. ഇതുവരെയുള്ള ചർച്ചകൾ കാണുമ്പോൾ അങ്ങനെയാണ് കരുതേണ്ടത്. ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരും, വരും ദിവസങ്ങളിൽ സംസ്ഥാന കൗൺസിലും ചേരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട നേതൃയോഗങ്ങളാണ് CPI നടക്കുന്നത്. CPM-ഉം തെറ്റുതിരുത്തൽ പാതയിലാണ്. ഈ മാസം 21-22 തീയതികളിൽ സംസ്ഥാന സമിതി ചേർന്ന ഈ തെറ്റുതിരുത്തൽ രേഖയ്ക്ക് അന്തിമ അംഗീകാരം നൽകും. ആ സാഹചര്യങ്ങളിൽ CPI-യും അത്തരം ചില തിരുത്തൽ നടപടികൾ കൂടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായും VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം ഏറെ ചർച്ചയായ വിഷയമാണ്. നമുക്കറിയാം, കോഴിക്കോട് ഒരു കുടുംബത്തിന്റെ വൈദ്യുതി വിച്ഛേദിച്ച് KSEB പ്രതികാരം തീർത്ത നടപടി. അതിലെന്തായാലും മന്ത്രിയുടെ ഇടപെടൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. മന്ത്രി ന്യൂസ് 18 കേരളത്തിനോട് സംസാരിക്കുന്ന വേളയിൽ തന്നെയാണ് അദ്ദേഹം വൈകുന്നേരത്തോടു കൂടി വൈദ്യുതി പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും എന്നുള്ള കാര്യം പറഞ്ഞതും അപ്രകാരം തന്നെ ആ ഒരു നടപടിയിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വൈദ്യുതി ലഭിച്ചിട്ടുണ്ട്, അതിൽ സന്തോഷമുണ്ട് എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ജനങ്ങൾ നമുക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെ സന്തോഷം തന്നെ. പിന്നെ നമ്മളെ ജനങ്ങൾ, നാട്ടുകാരും ഞങ്ങളെ പാർട്ടിക്കാരും കോൺഗ്രസിന്റെ ഒക്കെ പ്രവർത്തകർ, പിന്നെ ഞങ്ങൾ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും, അതേപോലെ ഞങ്ങളെ അയൽവാസികളും നാട്ടുകാരും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട്, പിന്നെ ഇന്നലെ ഉച്ചക്ക് മുതൽ ദൂരി കൊണ്ടുപോയ സമയം മുതൽ പിന്നെ ബുദ്ധിമുട്ടായി.
ഞങ്ങൾക്ക് സഹായിച്ച് പോസ്റ്റ് ചെക്കപ്പൊക്കെ ഇന്നലെ രാത്രി എപ്പോഴാണ് പോയെന്നറിയാം. അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ പോലീസ് ചെക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും. മകന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? മകന്റെ കാര്യം ആ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ എന്ന് തീരുമാനിച്ചു. വലിയ സന്തോഷമുണ്ട്. നീതിക്ക് വേണ്ടിയുള്ള ജനാധിപത്യ പോരാട്ടത്തിന്റെ ഒന്നാമത്തെ ഘട്ടം ഇവിടെ വിജയിച്ചിരിക്കുന്നു. നമ്മളറിയാം, നീതി നിഷേധമായിരുന്നു. അജ്മൽ കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞ് അജ്മലിന്റെ പിതാവിന്റെ പേരിലുള്ള കറക്ഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ മുതൽ നമ്മൾ സമരങ്ങൾ ആരംഭിച്ചു. ഇന്ന് ആ സമരം നേരത്തെ മന്ത്രി പറഞ്ഞു, മറ്റു ഉദ്യോഗസ്ഥരെ പറഞ്ഞു, എന്തെങ്കിലും നമുക്ക് ഉറപ്പ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാം, വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കാമെന്ന് പറഞ്ഞു. ഒരു ഉറപ്പും ഒരു ചുക്കും ചുണ്ണാമ്പും വേണ്ടി വന്നില്ല. സമരം കണ്ട് പൊതുജനങ്ങളുടെ പിന്തുണ കണ്ട് മാധ്യമങ്ങൾ കാട്ടിയ പിന്തുണ കണ്ട് അവസാനം KSEBയും മന്ത്രിയും ബൈജു പ്രഭാകരനും ഒക്കെ മുട്ടുവടക്കി ഈ മഴയത്ത് വന്ന് KSEB ഉദ്യോഗസ്ഥർ ആ വൈദ്യുതി പ്രസ്താവിക്കേണ്ട ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിന് പിന്തുണ നൽകിയ ജനാധിപത്യ സമൂഹത്തിന് നന്ദി. ഒന്ന്, മൊബൈൽ കോടതിയിൽ ഹാജരാക്കണം, അതിലെ ഡാറ്റ പരിശോധിക്കണം, അജ്മൽ പറഞ്ഞ വസ്തുക്കൾ അകത്തുണ്ടോ എന്നുള്ള പരിശോധന ഉണ്ടാവേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇവരുടെ വൈദ്യുതി വിച്ഛേദിച്ചത് അവരുടെ റൈറ്റിനെ വയലേറ്റ് ചെയ്തതാണ്. അത് സ്വാഭാവികമായത് ഞങ്ങൾക്ക് കോടതിയിലേക്ക് പോകും, നിയമ നടപടികൾ സ്വീകരിക്കും. ഇത് ചെയ്ത ആളുകൾ, നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകൾക്കെതിരെ നടപടി ഉണ്ടാകും വരെ നിയമ പോരാട്ടങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് പോകും. ഗുലാം നബി ആസാദ് വിവരങ്ങളുമായി ചേരുകയാണ്. ആസാദ്, ഈ വൈദ്യുതി തിരികെ ലഭിക്കുക എന്നുള്ളതായിരുന്നു ഈ ഉപ്പയുടെയും ഉമ്മയുടെയും ഏറെ പ്രധാനപ്പെട്ട ആവശ്യം. അത് നടപ്പായിരിക്കുന്നു. ഇനി ഈ കോടതിയെ സമീപിക്കും എന്ന് ഈ വിഷയത്തിൽ സമീപിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് പറയുമ്പോൾ ഏത് വിഷയം മുൻനിർത്തിയായിരിക്കും ഈ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ അവർ ഉദ്ദേശിക്കുന്നത്? 2 ദിവസം നീണ്ടുനിന്ന പ്രതിഷേധങ്ങൾക്ക് ഒടുവിലാണ് ഇപ്പോൾ അവർക്ക് വൈദ്യുതി ഇന്നലെ രാത്രി പുനഃസ്ഥാപിച്ച് ലഭിച്ചത്. ഇനി ഇവരുടെ മക്കൾ തിരുവമ്പാടി KSEB ഓഫീസ് ആക്രമിച്ച കേസിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ഈ കുടുംബം നമ്മളോട് പറയുന്നത്. കഴിഞ്ഞ ദിവസം കളക്ടറുടെ നിർദ്ദേശപ്രകാരം തഹസിൽദാർ വരികയും സത്യവാങ്മൂലം വായിച്ച് കേൾപ്പിക്കുകയും സത്യവാങ്മൂലം ഒപ്പിടാൻ കഴിയില്ല എന്ന് കുടുംബം പറഞ്ഞതോടുകൂടിയാണ് ഉപാധികളില്ലാതെ വൈദ്യുതി കണക്ഷൻ പിന്നീട് ഇവർക്ക് പുനഃസ്ഥാപിച്ച് നൽകിയത്. പുനഃസ്ഥാപിച്ച് നൽകുന്ന സമയത്ത് ഏറെ ആഹ്ലാദത്തോടു കൂടി ആളുകളുടെ പ്രതിഷേധമുള്ള മുദ്രാവാക്യങ്ങളോട് കൂടിയാണ് വൈദ്യുതി പുനഃസ്ഥാപിച്ചത്. ഇനിയുള്ളത് ഈ നേരത്തെ തിരുവമ്പാടി KSEB ഓഫീസ് ആക്രമിച്ച കേസിലെ ജയിലിൽ കിടക്കുന്ന 2 മക്കളുടെ നിയമപരമായ അവരെ നേരിടുമെന്നാണ് ഇവർ പറയുന്നത്. KSEB നേരത്തെ തന്നെ ഈ കേസിൽ പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവും അജ്മൽ താൻ KSEB ഉദ്യോഗസ്ഥന്റെ ദേഹത്ത് മലിനജലം ഒഴിച്ചിട്ടുണ്ടെന്നും എന്നാൽ KSEB ഓഫീസിലെ യാതൊരു വസ്തുക്കളും അടിച്ചു തകർക്കുകയോ മറ്റക്രമങ്ങളോ നടത്തിയിട്ടില്ല എന്നും അദ്ദേഹത്തിന്റെ വോയിസ് പുറത്തു വന്നിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് യൂത്ത് കോൺഗ്രസ് സമഗ്രമായ അന്വേഷണം വേണമെന്നും ആ അന്വേഷണം നടത്തി ആരാണോ ഈ KSEB ഓഫീസിന് നാശനഷ്ടം വരുത്തിയിട്ടുള്ളത് അവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. കുടുംബവും ഇത് തന്നെ പറയുന്നത്. ഇനി ഈ വരും ദിവസങ്ങളിൽ കേസുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ വൈദ്യുതി വിച്ഛേദിക്കാൻ ആദ്യ ദിവസം വന്ന സമയത്ത് 3-ാം തീയതി വന്ന സമയത്ത് ഈ മാതാവിനെ ആക്രമിച്ചു എന്ന പരാതിയിൽ തിരുവമ്പാടി പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിട്ടുണ്ട്. ഈ കേസുകളെല്ലാം ഇനി നിയമപരമായി നേരിടുമെന്നാണ് കുടുംബവും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറിയിക്കുന്നത്. ശരി, ഗുലാം നബി ആസാദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ മുട്ടുമടക്കിയിരിക്കുകയാണ് KSEB. കോഴിക്കോട് തിരുവമ്പാടി KSEB ഓഫീസിൽ അതിക്രമം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. എന്തായാലും ഉപാധികളൊന്നുമില്ലാതെയാണ് അജ്മലിന്റെ വീട്ടിലെ വൈദ്യുതി പുനഃസ്ഥാപിച്ചത് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. എന്തായാലും വൈദ്യുതി തിരികെ ലഭിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ റസാഖും അതോടൊപ്പം തന്നെ അജ്മലിന്റെ ഉമ്മ മറിയവും.
അതേസമയം ഈ വിഷയത്തിലെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് യൂത്ത് കോൺഗ്രസും അറിയിച്ചിരിക്കുന്നു. ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണെങ്കിൽ PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴിക്കോട്ടെ യുവ നേതാവ് കോഴ വാങ്ങിയെന്ന പരാതിയിൽ CPM അന്വേഷണം തുടങ്ങി. 3 അംഗ സമിതിയാണ് അന്വേഷിക്കുന്നത്. വിവാദങ്ങൾക്കിടെ ഇന്ന് ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം വിഷയം ചർച്ച ചെയ്യും. വിഷയത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് പാർട്ടിക്ക് പരാതി നൽകിയിട്ടുണ്ട്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, മന്ത്രിയുടെ പേര് കൂടി വലിച്ചിഴക്കപ്പെട്ട ഒരു കേസാണ്. മന്ത്രിയുടെ പേരിലാണ് ഇത്തരത്തിൽ ഒരു പണം വാങ്ങിയത്, കോഴ വാങ്ങിയത് എന്നുള്ള ആരോപണവും പരാതിയുമാണ് നിലനിൽക്കുന്നത്. എന്തായാലും CPM-ന് ഈ തെറ്റുതിരുത്തൽ നടപടി അതിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ വന്നിരിക്കുന്ന വലിയൊരു തലവേദനയായി ഈ ഒരു കോഴ ആരോപണം മാറുകയാണ്. ഇത് ഏത് തരത്തിൽ തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനാണ് പാർട്ടി ആലോചിക്കുന്നത്? ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗം അത് ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട് അല്ലേ? പാർട്ടിക്ക് വലിയ തലവേദനയായി മാറിയിരിക്കുന്ന വിവാദമാണ് ഇത്. പാർട്ടിയോട് ഏറെ അനുഭാവം പുലർത്തുന്ന ഒരു ഡോക്ടറിൽ നിന്നാണ് ഇത്തരത്തിൽ 22 ലക്ഷം രൂപ ഒരു യുവ നേതാവ് വാങ്ങിയിരിക്കുന്നത്. ടൗൺ ഏരിയ കമ്മിറ്റി അംഗം കൂടിയാണ് ഇദ്ദേഹം. CITUവിലെ അടക്കം സജീവമായി കാര്യങ്ങൾ ചെയ്യുന്ന ആൾ കൂടിയാണ്. 60 ലക്ഷം രൂപയാണ് ആകെ കോഴ ആവശ്യപ്പെട്ടത്. അതിൽ 22 ലക്ഷം രൂപ ആദ്യം നൽകി. ആദ്യം 10 ലക്ഷം രൂപയും പിന്നീട് 12 ലക്ഷം രൂപയുമാണ് നൽകിയത്. PSC അംഗത്വം വാഗ്ദാനം ചെയ്താണ് ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് നടത്തിയത്. എന്നാൽ PSC അംഗത്വത്തിന്റെ പട്ടിക പാർട്ടി പ്രസിദ്ധീകരിച്ചതോടെ ആ പട്ടികയിൽ ഈ ഡോക്ടർക്ക് ഇടം നേടാൻ കഴിഞ്ഞില്ല. തുടർന്ന് ആയുഷിൽ ഒരു ഉന്നത പദവി വാഗ്ദാനം ചെയ്ത് പിന്നീട് 12 ലക്ഷം രൂപ കൂടി വാങ്ങിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇത്തരത്തിലൊരു തസ്തികയിലും നിയമനം നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ഇതോടുകൂടിയാണ് പരാതിയുമായി ഡോക്ടർ രംഗത്ത് വരുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസ് ഒപ്പം മറ്റ് എളമരം കരീം അടക്കമുള്ള CITU നേതാക്കളോടൊക്കെ അടുത്ത ബന്ധമാണ് ഉള്ളത്. എളമരം കരീം, ജില്ലാ സെക്രട്ടറി P മോഹൻ, MLA-മാരായ സച്ചിൻ ദേവ്, തോട്ടത്തിൽ രാധാകൃഷ്ണൻ, തോട്ടത്തിൽ രവീന്ദ്രൻ, ആരോഗ്യമന്ത്രിയുടെ PA എന്നിവരടക്കമുള്ള വളരെ വിപുലമായ ഒരു പട്ടികയുടെ പേരാണ് ഇദ്ദേഹം ഈ ഡോക്ടർക്ക് നൽകുകയും ചെയ്തത്. എന്തായാലും ഇവരോടൊക്കെ അടുത്ത് ഇടപഴകുന്ന ഏറെ അടുത്ത ബന്ധമുള്ള ഒരു ആൾ കൂടിയാണ്. അതുകൊണ്ട് ഡോക്ടർ പൂർണ്ണമായും ഇത് വിശ്വസിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ പണം നൽകിയിട്ടും ഈ നിയമനത്തിന്റെ കാര്യത്തിൽ മാത്രം തീരുമാനമാവാതെ വന്നതോടെ ജില്ലാ കമ്മിറ്റിയിൽ പരാതി നൽകുകയാണ് ഡോക്ടർ ചെയ്തത്. എന്നാൽ ജില്ലാ കമ്മിറ്റിക്കുള്ളിൽ തന്നെ ഈ പ്രശ്നം പറഞ്ഞു തീർത്ത് ഡോക്ടർക്ക് പണം മടക്കി നൽകുന്നതിനുള്ള നീക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വാർത്ത പുറത്തായത്. എന്തായാലും നിലവിൽ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് 3 അംഗ കമ്മീഷനെ ഈ ആരോപണം അന്വേഷിക്കാനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ അടിയന്തരമായി തന്നെ ഈ കമ്മീഷൻ അന്വേഷണം നടത്തി പാർട്ടിക്ക് റിപ്പോർട്ട് നൽകും. ഈ ഡോക്ടറും ഈ CPM നേതാവും തമ്മിൽ ഈ കോഴ ഇടപാട് അല്ലെങ്കിൽ പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഈ ശബ്ദരേഖകളടക്കം ഈ കോൾ വോയിസ് റെക്കോർഡുകൾ അടക്കമാണ് ഈ ഡോക്ടർ പരാതി നൽകിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ശക്തമായ തെളിവുകൾ ഇക്കാര്യത്തിൽ ഉണ്ട് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന സൂചന. പക്ഷേ പോലീസിലേക്ക് പരാതി നൽകുന്നതിനോ പുറത്തൊരു പരാതി നൽകുന്നതിനോ ഇദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല. കാരണം CPM-മായി അടുത്ത ബന്ധം പുലർത്തുന്ന ആൾ തന്നെയാണ്. ഇന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലാണ് യോഗം ചേരുകയും ചെയ്യുന്നത്. വളരെ വിശദമായി ഈ വിഷയം ഇന്നത്തെ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് തന്റെ പേര് ദുരുപയോഗം ചെയ്ത് ഇത്തരമൊരു തട്ടിപ്പ് നടത്തിയ സാഹചര്യത്തിൽ ഈ പരാതിയിലെ നിജസ്ഥിതി അന്വേഷിക്കണമെന്ന് പാർട്ടിയോട് ആവശ്യപ്പെട്ടു എന്ന വിവരങ്ങളാണ് പുറത്തു വരികയും ചെയ്യുന്നത്. പക്ഷേ ഇന്നലെ മാധ്യമങ്ങൾ നമ്മളടക്കം മുഹമ്മദ് റിയാസിനെ കണ്ട് സംസാരിച്ചപ്പോൾ അറിയില്ല എന്ന വാക്കുകൾ ആവർത്തിക്കുകയാണ് അദ്ദേഹം ചെയ്ത്. ഇത്തരമൊരു ആരോപണം ഉയർന്നു വന്നതിനെക്കുറിച്ച് അറിയുമോ എന്ന ചോദ്യത്തിന് അറിയില്ല എന്നും, താങ്കൾ ഈ പാർട്ടിക്ക് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിനും അറിയില്ല എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത്. സാധാരണഗതിയിൽ ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് പാർട്ടിക്ക് ദോഷകരമായി ബാധിക്കുന്ന വാർത്തയിൽ നിജസ്ഥിതി ഇല്ലെങ്കിൽ വ്യാജ വാർത്ത എന്നൊക്കെ പരസ്യമായി തന്നെ തള്ളി പറയുന്ന ആളാണ് മുഹമ്മദ് റിയാസ്. പക്ഷേ ഇന്നലെ അദ്ദേഹം അറിയില്ല എന്ന വാക്കിൽ മാത്രമാണ് കാര്യങ്ങൾ ഒതുക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്ന് നടക്കുന്ന സെക്രട്ടേറിയറ്റിൽ വളരെ വിശദമായ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടക്കും. അതോടൊപ്പം മനീഷ്, എന്തായാലും ഏത് വിധത്തിൽ ഈ ഒരു വിഷയം പാർട്ടി പ്രതിരോധിക്കും എന്നുള്ളതും നമ്മൾ നോക്കിക്കാണുന്നതാണ്. നേരത്തെ അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയത്തിൽ പ്രതികരണം തേടിയപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് അറിയില്ല എന്നുള്ള കാര്യമാണ് ആവർത്തിച്ചുകൊണ്ടേയിരുന്നത്. ഇതിലൊരു അക്ഷരം പോലും പറയാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതാണ്. അതേസമയം അദ്ദേഹം ഈ വിഷയത്തിൽ പാർട്ടിക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. ഇന്നെന്തായാലും നേതൃത്വം ഈ വിഷയത്തിൽ പരസ്യ പ്രതികരണങ്ങളിലേക്ക് കടക്കും എന്ന് നമുക്ക് കരുതാമല്ലേ?
തീർച്ചയായും ഒരുപക്ഷെ കടക്കും, അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയില്ല. കാരണം പാർട്ടിയുടെ ഒരു ആഭ്യന്തര രഹസ്യം എന്ന രീതിയിൽ ഇക്കാര്യത്തെ ഉപയോഗിക്കുമോ അതോ പുറത്തേക്ക് പരസ്യമായി പറയുക, ഡോക്ടറോടും മറ്റും പറഞ്ഞ് പുറത്ത് പറയില്ലെന്ന് ഉറപ്പ് വരുത്തിയാൽ ഒരുപക്ഷെ പാർട്ടിക്ക് മുടിവെക്കാൻ കഴിയും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് പാർട്ടി നേരിട്ടത്. ഇത്തരം തിരിച്ചടിക്ക് പിന്നിൽ ഈ പാർട്ടി നേതാക്കളുടെയും അണികളുടെയും ഒക്കെ ദുഷ്പ്രവണതകൾ ഉണ്ട് എന്ന് പാർട്ടി വിലയിരുത്തലുണ്ടായിരുന്നു. ഇന്നലെ എം വി ഗോവിന്ദൻ നടത്തിയ പ്രസംഗത്തിൽ പോലും ഒരുപാട് പണത്തോടുള്ള ആർത്തി ഈ പാർട്ടി പ്രവർത്തകരും പലരും അണികളുമൊക്കെ കാണിക്കുന്നു. പലരും പണമുണ്ടാക്കാമെന്ന ധാരണയോടുകൂടിയാണ് പാർട്ടിയിലേക്ക് എത്തുകയും ചെയ്യുന്നതെന്ന രീതിയിലൊക്കെ വിമർശനമുണ്ടായിരുന്നു. എന്തായാലും ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കെ ഒരു തെറ്റുതിരുത്തലിനായി പാർട്ടി ഒരുങ്ങിപ്പുറപ്പെടുമ്പോൾ ഇത്തരം പ്രവണതകൾ ഈ പാർട്ടിക്ക് പുറത്തുണ്ടാകുന്ന നാണക്കേടോർത്ത് മൂടിവെക്കുമോ അതോ പാർട്ടി പരസ്യമായി തള്ളി പറഞ്ഞ് ഒരു നടപടിയെടുക്കുമോ എന്ന് തന്നെയാണ് കണ്ടറിഞ്ഞു കണ്ടത്. എന്തായാലും നയമാറ്റം ഏതു തരത്തിൽ ആ പാർട്ടിയിൽ പ്രതിഫലിക്കും എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാവും ഇന്നത്തെ ഈ കേസ്, അല്ലെങ്കിൽ ഈ അഴിമതി ആരോപണം, കോഴ ആരോപണം. തീർച്ചയായും MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ മറ്റു വാർത്തകളിലേക്ക് കടക്കുകയാണെങ്കിൽ ഇനി നമ്മൾ പോകുന്നത് ഒരു അന്തർദേശീയ വാർത്തയിലേക്കാണ്. നേരത്തെ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതാണ് ഫ്രാൻസിലെ പൊതു തെരഞ്ഞെടുപ്പിനെ കുറിച്ച്. ഫ്രാൻസിലെ പൊതു തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷത്തിന് വൻ തിരിച്ചടി. ഇടത് സഖ്യമായ ന്യൂ പോപ്പുലർ ഫ്രണ്ടാണ് മുന്നിൽ. ആർക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. തൂക്കു മന്ത്രിസഭയ്ക്കാണ് സാധ്യത. ഇമ്മാനുവൽ മാക്രോയുടെ മധ്യപക്ഷ പാർട്ടിയാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലി അധികാരത്തിൽ വരുമെന്നായിരുന്നു സർവേ ഫലങ്ങൾ. എന്നാൽ ആ സർവേ ഫലങ്ങളെയെല്ലാം പൊളിച്ചെഴുതിക്കൊണ്ട് ഇടതുപക്ഷത്തിന്റെ വലിയൊരു മുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യ ഫലസൂചനകൾ വന്നു കഴിഞ്ഞപ്പോൾ കാണാൻ സാധിക്കുന്നത്. വിവരങ്ങളുമായി ആർ കിരൺ ബാബു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. കിരൺ, വെരി ഗുഡ് മോർണിംഗ്. നേരത്തെ നമ്മൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നാഷണൽ റാലിയുടെ മുന്നേറ്റമാകും എന്നുള്ളതാണ് എല്ലാ ഫലങ്ങളും, സർവേ ഫലങ്ങളും പ്രവചിച്ചിരുന്നത്. എന്നാൽ അതിനെല്ലാം തിരിച്ചടിയായിക്കൊണ്ട് ഇടത് സഖ്യത്തിന്റെ വലിയൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നു. എങ്ങനെയാണ് വിശദാംശങ്ങൾ? ആര്യ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ നേരത്തെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള പ്രഖ്യാപനം നടത്തിയപ്പോൾ തന്നെ അത് എടുത്തുചാട്ടമാണ് എന്ന തരത്തിലായിരുന്നു ആഗോളതലത്തിൽ വിലയിരുത്തലുണ്ടായത്. ഒന്നാം ഘട്ടത്തിൽ പ്രധാനമായും NR പാർട്ടിക്ക്, അവിടുത്തെ തീവ്ര വലതുപക്ഷ പാർട്ടിക്കുണ്ടായ വലിയ മുന്നേറ്റം കൊണ്ടാണ് അത്തരത്തിലേക്ക്, നാഷണൽ റാലി പാർട്ടിയുടെ മുന്നേറ്റമാണ് അത്തരത്തിലേക്ക് ഒരു വിലയിരുത്തലിലേക്ക് വന്നത്. എന്നാൽ ഇപ്പോൾ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ തീവ്ര വലതുപക്ഷ പാർട്ടിയെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട്, ഒന്നാം ഘട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് നിന്ന് തീവ്ര വലതുപക്ഷ പാർട്ടിയെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട് ഇടതുപക്ഷ പാർട്ടികൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതാണ്. ആകെയുള്ള 577 അംഗ പാർലമെന്റിൽ ഇപ്പോൾ 182 സീറ്റുകളിലാണ് ഇടതു സഖ്യം മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 182 സീറ്റുകളിൽ ഇടതു സഖ്യത്തിന്റെ വിജയം ഉറപ്പാണെന്ന് CN അടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ രണ്ടാം സ്ഥാനത്തേക്ക് മാക്രോയുടെ മധ്യപക്ഷ പാർട്ടി, അവർ മാക്രോയുടെ സഖ്യം മുന്നേറിയിരിക്കുന്നു. 163 സീറ്റുകളാണ്. കഴിഞ്ഞ തവണ ഈ സഖ്യം, പ്രസിഡന്റിന്റെ ഇമ്മാനുവൽ മാക്രോയുടെ സഖ്യം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു. അവിടെ നിന്ന് രണ്ടാം സ്ഥാനത്തേക്ക് അവർ എത്തിയിരിക്കുന്നു. തീവ്ര വലത് പാർട്ടിയായ നാഷണൽ റാലി NR 143 സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ മുന്നേറുന്നത്. മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. ഒന്നാം ഘട്ടത്തിൽ NR-നുണ്ടായ ഒരു വലിയ മുന്നേറ്റം കൊണ്ട് തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായി ഫ്രാൻസിൽ ഒരു തീവ്ര വലതുപക്ഷ പാർട്ടി അധികാരത്തിലേക്ക് കയറുന്നു എന്നുള്ള ഒരു തോന്നൽ, അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ചില ഫലപ്രവചനങ്ങൾ ഒക്കെ വന്നിരുന്നു. ഇമ്മാനുവൽ മാക്രോയുടെ തെരഞ്ഞെടുപ്പ് നേരത്തെയാക്കാനുള്ള തീരുമാനം തെറ്റായി എന്ന തരത്തിലുള്ള ആഗോളതലത്തിലടക്കം വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ അതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റമാണ് ഈ തവണ ഇടതു പാർട്ടികൾ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇടതു സഖ്യം നേടിയിരിക്കുന്നത് ന്യൂ പോപ്പുലർ ഫ്രണ്ട് എന്നുള്ള ഇടതു സഖ്യവും അതോടൊപ്പം തന്നെ മാരിൻ ലേപ്പയും ജോർദാൻ ബെർഡലിനെ നയിക്കുന്ന തീവ്ര വലതുപക്ഷ പാർട്ടിയായ, അല്ലെങ്കിൽ കുടിയേറ്റ വിരുദ്ധ പാർട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന നാഷണൽ റാലി, അതോടൊപ്പം തന്നെ ഇമ്മാനുവൽ മാക്രോയുടെ റിനൈസൻസ് പാർട്ടി, അതൊരു മിതവാദി സഖ്യം എന്നാണ്. ഈ രണ്ട് പക്ഷത്തിനും, തീവ്ര വലതുപക്ഷത്തിനും ഇടതുപക്ഷത്തിനും ഇടയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ മൂന്ന് പക്ഷങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഫ്രാൻസിൽ പ്രധാനമായും, അങ്ങനെ മൂന്ന് പക്ഷങ്ങളായി നിൽക്കുന്ന സഖ്യങ്ങൾ, വിവിധ പാർട്ടികളുടെ സഖ്യങ്ങൾ ചേർന്നാണ് ഫ്രാൻസിൽ പ്രധാനമായും തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രാൻസിലെ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഈ തീവ്ര വലതുപക്ഷ പാർട്ടികൾക്ക് വലിയ മുന്നേറ്റമുണ്ടായതിനെ തുടർന്നാണ് ഇടതു സഖ്യവും അതോടൊപ്പം തന്നെ ഈ മിതവാദി സഖ്യവും മാക്രോയുടെ സഖ്യവും തമ്മിൽ ചില സീറ്റുകളിലെങ്കിലും ധാരണയുണ്ടാക്കിയിരുന്നു. ചില സീറ്റുകളിൽ നിന്ന് അവർ സ്ഥാനാർത്ഥികളെ പിൻവലിച്ചിരുന്നു. 80ഓളം സ്ഥാനാർത്ഥികളാണ് അങ്ങനെ ഇത്തരത്തിൽ പിൻവലിക്കപ്പെട്ടത്. ഫ്രാൻസിന്റെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ചരിത്രത്തിൽ ഒരിക്കൽ പോലും തീവ്ര വലതുപക്ഷ നിലപാടുകൾക്ക് അവിടെ അധികാരത്തിലേക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല. മിതവാദി സഖ്യത്തിനോ ഇടതു സഖ്യത്തിനോ ഒക്കെയുള്ള പാർട്ടികൾക്കാണ് പലപ്പോഴും അവിടെ അധികാരത്തിലേറാൻ കഴിഞ്ഞിട്ടുള്ളത്. ഫ്രാൻസ് അങ്ങനെ വലതുപക്ഷത്തിലേക്ക്, തീവ്ര വലതുപക്ഷത്തിലേക്ക് പോകുന്നു എന്നുള്ളൊരു ഘട്ടത്തിലാണ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്നത്. രണ്ടാം ഘട്ടത്തിൽ വലിയ വോട്ടിംഗ് ശതമാനത്തിലടക്കം വലിയ പ്രതികരണമാണ്. 1977 ശേഷം നടന്ന ഏറ്റവും മികച്ച വോട്ടിംഗ് ശതമാനം കൂടിയായിരുന്നു ഫ്രാൻസിൽ ഇത്തവണ ഉണ്ടായത്.
അതിൽ ഇടതു സഖ്യത്തിന് വലിയ മുന്നേറ്റമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. 182 സീറ്റ് എന്നുള്ളതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആകെ വേണ്ടത് 577 അംഗ പാർലമെന്റിൽ 289 സീറ്റാണ്. പക്ഷേ കേവല ഭൂരിപക്ഷം നേടാനുള്ള 289 സീറ്റ് ഈ മൂന്ന് സഖ്യത്തിനുമില്ല. ഏറ്റവും കൂടുതൽ നേടിയ ഇടതു സഖ്യത്തിന് 182 സീറ്റുകളും മാക്രോയുടെ പാർട്ടിക്ക് സഖ്യത്തിന് 163 സീറ്റുകളും തീവ്ര വലതുപക്ഷ പാർട്ടിയായ NRന് 143 സീറ്റുകളുമാണുള്ളത്. സ്വാഭാവികമായും ഇടതു സഖ്യവും മാക്രോയുടെ സഖ്യവും ചേർന്നുള്ള ഒരു ഭരണത്തിനാണ്, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു സർക്കാരിലേക്കുള്ള സാധ്യതയാണുള്ളത്. എന്നാൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഇമ്മാനുവൽ മാക്രോയ്ക്ക് ഇപ്പോൾ രാജിവെക്കേണ്ടതിൽ അദ്ദേഹത്തിന് 2027 വരെ അദ്ദേഹത്തിന് കാലാവധിയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്തു തന്നെയായാലും താൻ രാജിവെക്കില്ല എന്ന് അദ്ദേഹവും നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും അവിടെ ഈ തരത്തിലേക്ക് ഇടതു സഖ്യത്തിന് ഫലപ്രവചനങ്ങളെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഇടതു സഖ്യത്തിനുണ്ടായ ഒരു മുന്നേറ്റം ഉണ്ടായതുകൊണ്ട് യൂറോയുടെ തകർച്ച ലോഹരി വിപണിയിൽ യൂറോയ്ക്ക് തകർച്ച രേഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ തീവ്ര വലതുപക്ഷ പാർട്ടിയായ NRന്റെ പ്രവർത്തകർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങളും കലാപങ്ങളിലേക്കും ഒക്കെ നയിക്കുന്നുണ്ട്. അത്തരം കലാപങ്ങളുമൊക്കെ ഫ്രാൻസിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനൊപ്പം കേരളത്തിൽ മലയാളികൾ എന്ന നിലയ്ക്ക് നമുക്ക് ചേർത്ത് വായിക്കാൻ കഴിയുന്ന ഒന്ന്, ഈ ഫ്രാൻസിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നവർ ഈ കേരളത്തിന് തൊട്ടടുത്ത് തന്നെയുണ്ട്. മാഹിയിൽ 30ഓളം ഫ്രഞ്ച് പൗരന്മാർ ഇപ്പോഴുമുണ്ട്. ഇന്ത്യൻ പൗരത്വമില്ലാതെ ഫ്രഞ്ച് പൗരത്വം സൂക്ഷിക്കുന്ന 30ഓളം പേർ ഇപ്പോഴും മാഹിയിലുണ്ട്. അവരും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരുന്നു. തീർച്ചയായും കിരൺ ബാബുവാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ പോകുന്നത് ഒരു ഇടവേളയിലേക്കാണ്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. ഇത് നിയമസഭാ സമ്മേളനം ഈ ആഴ്ച കൂടിയുണ്ട്. 11-ാം തീയതി വരെ സഭാ സമ്മേളനമുണ്ട്. സ്വാഭാവികമായി സഭയിൽ അത് പ്രതിപക്ഷത്തിനെതിരെ വലിയ ആയുധമായി ഇടത് കേന്ദ്രങ്ങൾ കൃത്യമായി ഈ രാഷ്ട്രീയ ആയുധം, ഈ പ്രഹരിക്കാൻ കിട്ടിയ വടി അത് ശക്തമായി തന്നെ പ്രതിപക്ഷത്തിനെതിരെ ഉപയോഗിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയ വലിയ മുന്നേറ്റത്തിലൂടെ അത് വലിയൊരു ആത്മവിശ്വാസം വീണ്ടെടുത്തിരുന്ന കോൺഗ്രസ് പ്രവർത്തകരെ നിരാശപ്പെടുത്തുന്ന ഒരു നടപടിയാണ് ഈ കൂടോത്ര വിവാദത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിലുള്ളത് ആരാണ് എന്ന് വ്യക്തമാകേണ്ടതുണ്ട് എന്ന ഒരു നിലപാടിലാണ് ഒരു വിഭാഗം നേതാക്കൾ. മറുവിഭാഗം ഇങ്ങനെ ഒരു കാര്യം മോർണിംഗ് വൈബ്സിലേക്ക് മടങ്ങിയെത്തുമ്പോൾ എറണാകുളം ഇടപ്പള്ളിയിൽ നിർത്തിയിട്ട ഗുഡ്സ് ട്രെയിനിന് മുകളിൽ കയറിയ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ അന്വേഷണം തുടങ്ങി റെയിൽവേ. പൂണേക്കര സ്വദേശി ആന്റണി ജോസിനാണ് ദാരുണാന്ത്യമുണ്ടായത്. ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. ട്രെയിനിന് മുകളിലൂടെ കയറി മറുവശത്തേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് ഷോക്കേറ്റത്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുകയാണ്. നവമി, ഇതിപ്പോൾ കേൾക്കുമ്പോൾ തന്നെ വിചിത്രമായിട്ടുള്ളൊരു വാർത്തയായിട്ടാണ് തോന്നുന്നത്. അതായത് ട്രെയിനിന് മുകളിലൂടെ കയറി മറുവശത്തേക്ക് കടക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ് സംഭവിച്ചത് നവമി? ആര്യ, ഇന്നലെ രാവിലെ പച്ചാളത്ത് റെയിൽവേ ട്രാക്കിലൂടെ മരം വീണതിനെ തുടർന്ന് ട്രെയിനുകൾ പിടിച്ചിടേണ്ട ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ഈ മരമൊക്കെ വെട്ടിമാറ്റി ട്രാക്കിൽ നിന്ന് നീക്കം ചെയ്തതിന് ശേഷമായിരുന്നു ട്രെയിനുകൾ സാധാരണ സർവീസ് തുടങ്ങിയത്. ഈ സമയത്ത് തന്നെ ഒരു ഗുഡ്സ് ട്രെയിനും ഷൊർണൂരിൽ നിന്ന് വന്ന ഓയിൽ നിറച്ച ഒരു ഗുഡ്സ് ട്രെയിൻ ഇത് ഈ ഇടപ്പള്ളി ഭാഗത്തേക്ക് പിടിച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സമയത്താണ് മരിച്ച ആന്റണിയും സുഹൃത്തുക്കളും ബർത്ത്ഡേ പാർട്ടിക്ക് അതായത് ആന്റണിയുടെ ഒരു സുഹൃത്തിന്റെ ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങുന്നതിന് വേണ്ടി സമീപത്തുള്ള ആന്റണിയുടെ വീട്ടിൽ നിന്നും സുഹൃത്തുക്കളുമൊത്ത് ഇടപ്പള്ളി ഭാഗത്തേക്ക് വന്നതായിരുന്നു. ആ സമയത്താണ് റെയിൽവേ ട്രാക്കിൽ ഈ ഗുഡ്സ് ട്രെയിൻ ഇട്ടിരിക്കുന്നത് കണ്ടത്. ഈ സമയത്ത് ഇവർക്ക് ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് മറുവശത്തേക്ക് കടക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സമയം സുഹൃത്തുക്കളെല്ലാം ട്രെയിനിന്റെ, അതായത് ഈ നിർത്തിയിട്ട ഗുഡ്സ് ട്രെയിനിന്റെ അടിയിലൂടെയാണ് ക്രോസ് ചെയ്ത് പോയത്. പക്ഷേ ഈ ആന്റണി ഇത് കയറുന്ന, അതായത് ഈ ഗുഡ്സ് ട്രെയിനിന്റെ കോണി കയറുന്നത് കണ്ട് സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞു കയറരുത്, അപകടമാണെന്ന് പറയുന്ന സമയം കൊണ്ട് തന്നെ ആന്റണി കോവണി കയറി മുകളിൽ എത്തിയിരുന്നു. ആ സമയത്ത് തന്നെ നമുക്കറിയാം എത്രമാത്രം വൈദ്യുതി കടന്നു പോകുന്ന ലൈനുകളാണ് ഈ ട്രെയിനുമായി ഘടിപ്പിച്ചിരിക്കുന്നതെന്ന്. ഈ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് തത്സമയം തന്നെ ആന്റണി ഷോക്കേറ്റ് താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. ഇത് കണ്ട സുഹൃത്തുക്കൾ പേടിച്ച് നിലവിളിച്ച് അടുത്തുള്ളവരെയൊക്കെ വിളിച്ചുകൂട്ടി. റെയിൽവേ ഉദ്യോഗസ്ഥരും യാത്രക്കാരുമൊക്കെ ഓടിയെത്തി ആന്റണിയെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആദ്യം അമൃത ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. ഈ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ഏകദേശം 95% ആന്റണിക്ക് പൊള്ളലേറ്റിരുന്നു.
അടുത്തുള്ള അമൃത ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും അവിടെ ഇത്രയേറെ തീവ്രമായ പൊള്ളലുമായി എത്തുന്നവർക്ക് ചികിത്സ നൽകുന്ന സൗകര്യമില്ലാത്തതിനാൽ എറണാകുളം മെഡിക്കൽ സെന്ററിലേക്കായിരുന്നു കൊണ്ടുപോയത്. അവിടെ പൊള്ളലേറ്റ വിഭാഗത്തിലുള്ളവരെ കിടത്തുന്നയിടത്ത് ചികിത്സ നടത്താനുള്ളൊരു അത്രമാത്രം പൊള്ളലേറ്റിരുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആന്റണിയുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്തായാലും വളരെ ദാരുണമായ സംഭവം. ഇങ്ങനെ ട്രെയിനിന്റെ മുകളിൽ അല്ലെങ്കിൽ ഇത്രയേറെ കറണ്ട് വൈദ്യുതി പോകുന്ന ഒരു ലൈൻ ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളാണ്, അവരൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പിന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു സാഹസം നടത്തുന്നതെന്ന് പലപ്പോഴും ഈ റെയിൽവേ അധികൃതർ കൃത്യമായി വിവരം നൽകുന്നുമുണ്ട്. ഇങ്ങനെ ട്രാക്കിൽ കൂടി മുറിച്ചു കടക്കുന്നത് തന്നെ വലിയ അപകടമാണ്. എന്നിട്ട് എന്തിനാണ് ഇത്ര വലിയ സാഹസികത ഈ വിദ്യാർത്ഥി കാണിച്ചതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. 19 വയസ്സേ ഉള്ളൂ. അച്ഛൻ്റെയും അമ്മയുടെയും ഏക മകനാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള മകന്റെ വിയോഗത്തിൽ താങ്ങുന്നതിനപ്പുറത്തേക്കുള്ളൊരു വേദനയിലാണ് ആ അച്ഛനും അമ്മയും. അതും ഈ വീടിന്റെ ആന്റണിയുടെ വീട്ടിന് സമീപത്തുള്ള റെയിൽവേ ട്രാക്കിൽ തന്നെയാണ് ഈ സംഭവം നടന്നതും എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാരണം. എന്തായാലും സുഹൃത്തുക്കളുടെ മൊബൈൽ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. പക്ഷെ പോലീസ് പറയുന്നത് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. റെയിൽവേ പറയുന്നത് ഈ സംഭവ സ്ഥലത്ത്, അതായത് ഇന്ന് ഈ സംഭവം നടക്കുന്നതിന് സ്ഥലത്ത് തന്നെ സമാനമായുള്ള രീതിയിൽ ഒരു മാസം മുൻപ് 1-2 മാസം മുൻപ് ഒരു ഇതര സംസ്ഥാന തൊഴിലാളി മദ്യപിച്ച് ഇതുപോലെ ട്രെയിനിന്റെ മുകളിലേക്ക് കയറി ഇത്തരത്തിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ചിരുന്നു എന്നും റെയിൽവേ അറിയിക്കുന്നുണ്ട്. അന്ന് തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. സമീപത്ത് തന്നെ, അതായത് അല്പം കൂടി നടന്നാൽ ഒരു നടപ്പാതയുണ്ട് അവിടെ, അത് കയറി പോകേണ്ടത് മാത്രമേ ഉള്ളൂ. എന്തിനാണ് ഇത്ര വലിയ സാഹസികത കാണിക്കുന്നതെന്ന് ഇന്ത്യൻ റെയിൽവേയും ചോദിക്കുന്നുണ്ട്. എന്നാലും വളരെ ദാരുണമായ, ഈ കേൾക്കുമ്പോൾ തന്നെ പേടി തോന്നുന്ന ഒരു വാർത്തയാണ്. അസ്വാഭാവിക മരണത്തിനാണ് എളമക്കര പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ആന്റണിയുടെ മരണം അത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മരണത്തിന്റെ വേദനയിലാണ് കോളേജും ഒപ്പം സുഹൃത്തുക്കളും. എന്തായാലും സുഹൃത്തുക്കൾ പറയുന്നത് തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിലേക്ക് കയറരുതെന്ന്. പക്ഷെ തങ്ങളുടെ വാക്ക് പോലും കേൾക്കാതെയാണ് ആന്റണി ഇതിലേക്ക് കയറി ഇത്ര വലിയൊരു ദുരന്തത്തിലേക്ക് ആന്റണിയെ നയിച്ചതെന്നും സുഹൃത്തുക്കളും പറയുന്നുണ്ട്. ആര്യ, തീർച്ചയായും നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ അതിദാരുണമായ സംഭവമാണ് എന്തായാലും. പക്ഷെ അതേസമയം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടികളൊക്കെ എന്തുകൊണ്ട് ഇത്തരത്തിൽ വിവേകപരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ പലപ്പോഴും മരണത്തിലേക്കാണ് എത്തിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കാതെ പോകുന്നു എന്നുള്ളതാണ്. ഈ സാഹസികത കാട്ടിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ ആന്റണി ജോസിന്റെ ജീവൻ ഈ 19ാമത്തെ വയസ്സിൽ പൊലിയില്ലായിരുന്നു. എന്തായാലും അച്ഛൻ്റെ അമ്മയുടെയും ഏക മകനാണ് എന്നുള്ള കാര്യം കൂടി നവമി സൂചിപ്പിച്ചപ്പോൾ ഏറെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ഒരു ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് വന്ന വിദ്യാർത്ഥിയാണ് ഇത്തരത്തിൽ ട്രെയിനിന് മുകളിലൂടെ നടന്ന് അപ്പുറത്തെ സൈഡിലേക്ക് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ CMRL എക്സാലോജിക് ഇടപാടിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ സംസ്ഥാന സർക്കാരിനെ കക്ഷി ചേർത്തിട്ടുണ്ട്. കോൺഗ്രസ് MLA മാത്യു കുഴൽനാടൻ നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉള്ളത്. നവമി ദിനേശ് തുടരുന്നുണ്ട്. നവമി, എങ്ങനെയാണ് വിശദാംശങ്ങൾ? ആര്യ, വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കുഴൽനാടന്റെ ഹർജി ആദ്യത്തെ പ്രാവശ്യം തള്ളിയിരുന്നു. പിന്നീടാണ് ഈ ഒരു അന്വേഷണം വേണ്ട എന്ന് വിജിലൻസ് കോടതി പറഞ്ഞിരുന്നു. അതിനെ തുടർന്നാണ് മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ആദ്യവട്ടം ഈ കേസ് പരിഗണിക്കുമ്പോൾ എതിർ കക്ഷികളോട് ഇതിന്റെ ഒരു വിശദീകരണം, ഈ കക്ഷി ചേർക്കുന്നതിൽ ഒരു വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും ഒപ്പം എക്സാലോജിക് കമ്പനിയും ഇതിലൊരു വിശദീകരണം നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഹൈക്കോടതി എന്തായാലും ഇവരെ കക്ഷി ചേർക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ചപ്പോൾ ഇവരെ കക്ഷി ചേർത്തിരുന്നു. എന്തായാലും ഇന്ന് വീണ്ടും ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും കോടതിയുടെ നിലപാടെന്ന് ഇന്നറിയാം. ഈ കേസുമായി മുന്നോട്ട് പോവുകയാണോ അതോ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് അതിനെ സാധൂകരിച്ചിട്ടുള്ള ഒരു ഉത്തരവ് തന്നെയായിരിക്കുമോ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് ഇന്ന് നമുക്കറിയാൻ കഴിയും. എന്തായാലും മാത്യു കുഴൽനാടനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ കാര്യം കൂടിയാണ് ഈ
പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട ഈ സേവനം നടത്താതെ പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട വലിയൊരു വിവാദം മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെ ഒക്കെ ഉയർന്നിരുന്നു. വലിയ വിവാദമാവുകയും പ്രതിപക്ഷമടക്കം വലിയ വിമർശനം നേരിടുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് നമ്മൾ കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു തോൽവിക്ക്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ CPM-ന്റെ കനത്ത തിരിച്ചടിക്ക് കാരണം ഈ ഒരു കേസ്, മകളുമായി ബന്ധപ്പെട്ട കേസും അതിൽ മുഖ്യമന്ത്രി കൃത്യമായ ഒരു മറുപടി പറയാത്തതും, അങ്ങനെ നിരവധി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ കേസിൽ ഏത് വിധത്തിലുള്ള ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകണമെന്ന് ഹൈക്കോടതി ഇന്ന് വിധി പറയുക. എന്തായാലും മാത്യു കുഴൽനാടനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ, വീണ വിജയനെയും പിണറായി വിജയനെ സംബന്ധിച്ചും ഏറെ നിർണായകമായ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ആര്യ, തീർച്ചയായും നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ CMRL എക്സാലോജിക് കേസിൽ വളരെ നിർണായകമായ ഒരു തീരുമാനമായിരിക്കും ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് ഉണ്ടാകാൻ പോകുന്നത് ഒരു പക്ഷേ. അതേസമയം വിജിലൻസ് കോടതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്വേഷണം വേണ്ട എന്നുള്ള നിലപാടിലേക്ക് കടക്കുമോ അതോ വിജിലൻസ് അന്വേഷണം നടത്തണം എന്നുള്ള നിർദ്ദേശത്തിലേക്ക് ഹൈക്കോടതി കടക്കുമോ എന്നുള്ളത് ഇന്ന് അറിയാം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മണിപ്പൂരിലേക്ക്. സംഘർഷത്തെ തുടർന്ന് പലായനം ചെയ്തവരെയും ക്യാമ്പുകളിൽ കഴിയുന്നവരെയും രാഹുൽ ഗാന്ധി കാണും. അസമിലെ പ്രളയ ബാധിത മേഖലയും രാഹുൽ സന്ദർശിക്കും. ER രാഗേഷ് വിവരങ്ങളുമായി ചേരുകയാണ് നാഷണൽ ഡെസ്കിൽ നിന്ന്. ER, വെരി ഗുഡ് മോർണിംഗ്. പ്രതിപക്ഷ നേതാവായതിനു ശേഷം രാഹുൽ ഗാന്ധി ആദ്യമായി മണിപ്പൂരിലേക്ക് എത്തുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. നമ്മൾ കണ്ടതാണ് ലോക്സഭയിൽ മണിപ്പൂരിനു വേണ്ടി എത്ര ആർജവത്തോടെയാണ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത് എന്നുള്ളതാണ്. മണിപ്പൂരിന്റെ ജനതയ്ക്ക് വേണ്ടി അദ്ദേഹം നിലകൊള്ളുന്നു എന്നുള്ള നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയതാണ്. ഇന്ന് അദ്ദേഹം മണിപ്പൂരിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് വിശദാംശങ്ങൾ? ആര്യ, പ്രതിപക്ഷ നേതാവായ ശേഷം രാഹുൽ ഗാന്ധിയുടെ ആദ്യ മണിപ്പൂർ സന്ദർശനമാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യ സഖ്യം ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നായിരുന്നു മണിപ്പൂർ കലാപം. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാത്തതടക്കം വലിയ പ്രചാരണ വിഷയമാക്കിയിരുന്നു. കാരണം BJP അതൊരു രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്ന നിലപാടായിരുന്നു കൈക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അതങ്ങനെയല്ല എന്ന് ബോധിപ്പിക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞു എന്ന് മാത്രമല്ല, മണിപ്പൂരിലെ 2 സീറ്റിലും കോൺഗ്രസിന് വിജയിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലും പുറത്തു വന്നതിന് ശേഷമുള്ള ആദ്യ പാർലമെന്റ് സമ്മേളനത്തിലും ഇരു സഭകളിലും മണിപ്പൂർ വിഷയങ്ങൾ ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് രാഷ്ട്രപതിയുടെ അഭിസംബോധനയിൽ മണിപ്പൂർ പരാമർശിക്കുന്നില്ല. ഇതടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ രാഹുലിന്റെ മണിപ്പൂർ സന്ദർശനത്തിന് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം തന്നെ മണിപ്പൂരിലേക്ക് തിരിക്കും. അദ്ദേഹം ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. ആദ്യം അസമിലാണ് സന്ദർശിക്കുന്നത്. അസമിലെ ചച്ചറിൽ ആണ് ആദ്യം രാഹുൽ എത്തുക. കാരണം അവിടെ മണിപ്പൂരിൽ നിന്നുള്ളവർ കലാപത്തെ തുടർന്ന് പലായനം ചെയ്യേണ്ടി വന്ന ഏതാണ്ട് 2000-ലധികം ആളുകൾ കഴിയുന്നുണ്ട്. അവരുമായുള്ള കൂടിക്കാഴ്ചയാണ് രാഹുൽ ഗാന്ധി ആദ്യം നടത്തുക. അതിനുശേഷമാണ് റോഡ് മാർഗം മണിപ്പൂരിലേക്ക് തിരിക്കുക എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ മെയ് മാസം മുതൽ മണിപ്പൂരിൽ കലാപം നടക്കുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്രം ഇടപെടുന്നില്ല എന്ന ആരോപണം ശക്തമായി ഉന്നയിക്കുകയാണ് ഏതായാലും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ. മണിപ്പൂരിൽ 3 ക്യാമ്പുകളാണ് അദ്ദേഹം പ്രധാനമായും സന്ദർശിക്കുന്നത്. ഒന്ന് ജിരിബാമിലും മറ്റൊന്ന് ചുരാചന്ദ്പൂരിലും ഇതിന് പിന്നാലെ മൊയ്റാങ്ങിലും അദ്ദേഹം സന്ദർശനം നടത്തും. ഇതിൽ കലാപം ഏറ്റവും രൂക്ഷമായ പ്രദേശമാണ് ജിരിബാം. അവിടെ പ്രധാനപ്പെട്ട 2 വിഭാഗങ്ങളുടെ നേതാക്കളുമായും രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തും. കുക്കി വിഭാഗവും ഒപ്പം തന്നെ മെയ്തൈ വിഭാഗം നേതാക്കളുമായും രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും സ്വാഭാവികമായും പ്രധാനമന്ത്രി ഇത്രയും കാലമായിട്ടും 1 വർഷം കഴിഞ്ഞിട്ട് പോലും മണിപ്പൂർ സന്ദർശിക്കാത്തത് ഈ സന്ദർശന വേളയിലും രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും രാവിലെ ആദ്യം അസമിലെത്തുന്ന രാഹുൽ ഗാന്ധി പ്രളയബാധിത മേഖല കൂടി സന്ദർശിക്കുന്നുണ്ട്. കാരണം അസമിലെ 35 ജില്ലകളിൽ 30-ലധികം ജില്ലകളെ പ്രളയം ബാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 25 ലക്ഷം ജനങ്ങളെയാണ് നേരിട്ട് പ്രളയം ബാധിച്ചിരിക്കുന്നത്. പല ജില്ലകളും ഇപ്പോഴും പല മേഖലകളും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ബ്രഹ്മപുത്ര അടക്കമുള്ള നദികൾ കരകവിഞ്ഞൊഴുകുന്നു. അങ്ങനെ ഒരു ദുരന്ത സമാനമായ സാഹചര്യം അസം നേരിടുന്നുണ്ട്. അവിടെ അതുകൊണ്ട് തന്നെ പ്രളയബാധിത മേഖലകളും അദ്ദേഹം സന്ദർശിക്കും. ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിക്കാനുള്ള സാധ്യതയുണ്ട്. ആര്യ, തീർച്ചയായും ER രാഗേഷാണ് വിവരങ്ങൾ നൽകിയത് നാഷണൽ ഡെസ്കിൽ നിന്ന്. നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. ഇടുക്കി ഡീലേഴ്സ് സഹകരണ ബാങ്കിനെതിരെ തുടർ സമരവുമായി നിക്ഷേപകരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം ഇന്ന് നടക്കും. ബാങ്കിന്റെ നെടുങ്കണ്ടം പ്രധാന ശാഖയ്ക്ക് മുന്നിലാണ് സമരം നടത്തുക. വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുകയാണ്. പ്രിൻസ്, വലിയ സമരത്തിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലാണ് നിക്ഷേപകർ ഉള്ളത് അല്ലേ? തീർച്ചയായും തുടർച്ചയായ സമരങ്ങളിലേക്ക് നീങ്ങുകയാണ് നിക്ഷേപകർ. കാരണം കാലങ്ങളായി ഇവർ നിക്ഷേപിച്ച തുക
തിരികെ ആവശ്യപ്പെട്ട് ബാങ്കിൽ കയറുകയാണ്. നിക്ഷേപ കാലാവധി അവസാനിച്ച ശേഷം പോലും വായ്പ തുക തിരികെ നൽകാൻ ബാങ്ക് അധികൃതർ തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ചും വയോധികർ അടക്കമുള്ളവരുടെ അവർ കുടുംബാവശ്യങ്ങൾക്കായും ആരോഗ്യപരമായ ആവശ്യങ്ങൾക്കൊക്കെയായും പണം ആവശ്യപ്പെട്ടിട്ടൊന്നും തിരികെ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഒപ്പം കൃത്യമായ ഒരു പലിശയും ലഭിക്കുന്നില്ല. ഏതായാലും വർഷങ്ങൾക്ക് മുൻപ് നിക്ഷേപ സമാഹരണത്തിന്റെ പേരിലാണ് ഇവരിൽ നിന്നുമൊക്കെ ഈ തുക വാങ്ങിയത്. പലരും മറ്റ് സഹകരണ സംഘങ്ങളിലും ബാങ്കുകളിലും ഒക്കെ നിക്ഷേപിച്ചിരുന്ന തുകയും മറ്റാവശ്യങ്ങൾക്കായി കരുതിയിരുന്ന തുകയും ഒക്കെ ഈ ബാങ്കിലേക്ക് നിക്ഷേപിക്കുകയായിരുന്നു. എന്നാൽ ബാങ്കിന്റെ നിലവിലെ സാഹചര്യങ്ങളിൽ വെച്ചിട്ടാണ് ഈ ബാങ്ക് നിലവിൽ വലിയ അഴിമതി ഈ കാര്യത്തിൽ നടന്നിരുന്നു. നിലവിൽ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ്. ഭരണസമിതി നേതൃത്വത്തിലൊക്കെ വലിയ അഴിമതി നടത്തുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തുക ഈ നിക്ഷേപകർക്ക് തിരികെ ലഭിക്കാത്തത്. അതുകൊണ്ട് നിലവിൽ വലിയൊരു സമരരംഗത്തേക്ക് നിക്ഷേപകർ മാറുകയാണ്. തീർച്ചയായും പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. പ്രിൻസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടുക്കി ഡീലേഴ്സ് സഹകരണ ബാങ്കിനെതിരെ തുടർ സമരവുമായി നിക്ഷേപകർ രംഗത്തേക്ക് എത്തുകയാണ്. നിക്ഷേപകരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം ഇന്നു മുതൽ നടക്കും. ഇത് നമ്മൾ മറ്റൊരു വാർത്ത നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭ ഇന്ന് ചേരുന്നുണ്ട്. കേരള നികുതി വസൂലാക്കൽ ഭേദഗതി ബില്ല് ഇന്ന് നിയമസഭ പാസാക്കും. ജലജീവൻ മിഷൻ നടത്തിപ്പിലെ പ്രതിസന്ധിയാകും സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപമായി പ്രതിപക്ഷം കൊണ്ടുവരിക. തിരുവമ്പാടിയിൽ KSEB ഓഫീസ് ആക്രമിച്ച ആളുടെ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച സംഭവം ഏറെ ചർച്ചയായതാണ്. ഇത് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചേക്കും എന്നുള്ളതാണ് കരുതുന്നത്. പട്ടികജാതി പട്ടികവർഗ ന്യൂനപക്ഷ വിഭാഗ വകുപ്പുകളുടെ ധനാഭ്യർത്ഥന ചർച്ചയാണ് ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട സഭയിലെ നടപടിക്രമം. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റഷ്യയിലേക്ക് പോകും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. മൂന്നാമതും അധികാരത്തിൽ ഏറിയ ശേഷമുള്ള മോദിയുടെ ആദ്യ റഷ്യൻ സന്ദർശനമാണിത്. 22ാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ ഇരുവരും ഒരുമിച്ച് പങ്കെടുക്കും. ആഗോളതലത്തിലും ഇരു രാജ്യങ്ങൾക്കിടയിലുമുള്ള വിഷയങ്ങളിൽ നേതാക്കൾ ചർച്ച നടത്തും. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ വിവാദങ്ങൾ തുടരുന്നതിനിടെ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ ഇന്ന് സുപ്രീംകോടതി വീണ്ടും പരിഗണിക്കും. പുനഃപരീക്ഷ, നീറ്റ് പരീക്ഷ റദ്ദാക്കൽ, ഉത്തരപേപ്പറുകൾ വീണ്ടും പരിശോധിക്കൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ഹർജികളാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിൽ വരുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ സ്വതന്ത്രമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയും സുപ്രീംകോടതിയുടെ പരിഗണനയിൽ വരുന്നുണ്ട്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ വലിയ വിമർശനങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. അപ്രതീക്ഷിതമായി ബാധിച്ച രോഗത്തിന്റെ ചികിത്സയ്ക്കായി നല്ല മനുഷ്യരുടെ സഹായം തേടുകയാണ് യുവാവ്. പനിക്ക് പിന്നാലെ ട്യൂബർകുലോസിസ് മെനഞ്ചൈറ്റിസ് ബാധിച്ച കോട്ടയം മാഞ്ഞൂർ സ്വദേശി പ്രശോഭ് പുരുഷോത്തമനാണ് അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നത്. പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ നിധിക്കായി ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കോട്ടയത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു 20-കാരനായ പ്രശോഭ്. അടുത്തിടെ വന്ന പനി വിട്ടുമാറിയതിനു പിന്നാലെയാണ് പെട്ടെന്നൊരു ദിവസം അബോധാവസ്ഥയിലായത്. ആദ്യം കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും ചികിത്സ മാറ്റി. പരിശോധനയിലാണ് ട്യൂബർകുലോസിസ് മെനഞ്ചൈറ്റിസ് ആണെന്ന് സ്ഥിരീകരിച്ചത്. ചികിത്സയ്ക്കായി 40 ലക്ഷം രൂപയെങ്കിലും വേണമെന്ന് ആശുപത്രിയിൽ നിന്ന് അറിയിച്ചതോടെ കുടുംബം പ്രതിസന്ധിയിലായി. ICUയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. പക്ഷേ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സാമ്പത്തികം തീരെ മോശത്തിലാണ്. ഞങ്ങൾ ഇപ്പോൾ തന്നെ 10 ലക്ഷം രൂപയോളം ചിലവായി. അത് ഞങ്ങൾ കടം മേടിച്ചും വിറ്റും തുറച്ചുമൊക്കെ ആയിട്ട് നടത്തി. ഇനി ഞങ്ങൾക്ക് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ ഡോക്ടർ പറഞ്ഞ 14 ലക്ഷം രൂപ ആകുമെന്നാണ് പറഞ്ഞത്. സുഖമായി വരുമ്പോഴത്തേനും കുറച്ച് ദിവസം കിടക്കണം എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഇപ്പോഴൊരു മാർഗവും ഇല്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. കുറുപ്പന്തറയിൽ ഓട്ടോ വർക്ക്ഷോപ്പ് നടത്തുകയാണ് പുരുഷോത്തമൻ. കുടുംബത്തിന്റെ ദുരവസ്ഥ കണ്ടതോടെ പഞ്ചായത്ത് പ്രസിഡന്റും MLAയും രക്ഷാധികാരികളായി ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിട്ടുണ്ട്. കുടുംബത്തെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പണമിടാൻ പ്രത്യേക അക്കൗണ്ടും തുടങ്ങി. മൂന്നാമക്കളാണ് അവർക്കുള്ളത്. അതിൽ ഏറ്റവും ഇളയ കുട്ടിയാണ് ഈ പുരുഷോത്തമൻ. പഠിത്തത്തിലൊക്കെ അതിസമർത്ഥനായിരുന്ന കുട്ടിയുടെ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. അതുകൊണ്ട് നാട്ടിലെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നാൽ മാത്രമേ ആ വലിയ തുക കണ്ടെത്താൻ കഴിയുള്ളൂ. എല്ലാവരും ഇതിനോട് അനുഭാവപൂർവ്വം പരിഗണിക്കണം. ഇത് കൃത്യമായി അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ, പ്രശോഭന്റെ ജീവൻ രക്ഷിക്കുക വഴി
നമ്മുടെ നാട് ഒന്നിച്ച് ഒരു കൂട്ടായ്മയോടെ ഒരുമിച്ച് നിന്ന് ആ കുടുംബത്തെ രക്ഷിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് രംഗത്തിറങ്ങണമെന്നാണ് ഞാനിതിനായി എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിനകം 10 ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്കായി ചിലവഴിച്ചിട്ടുണ്ട്. മികച്ച ചികിത്സ ലഭ്യമാക്കിയാൽ പ്രശോഭിന് ജീവിതത്തിലേക്ക് മടങ്ങി വരാമെന്ന് ഡോക്ടർമാർ ഉറപ്പു നൽകുന്നു. ന്യൂസ് 18 കോട്ടയം. സാധാരണമായി ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളിലും ഒന്നിച്ചൊരേ മനസ്സോടെ നിൽക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. അത്തരത്തിൽ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ പ്രശോഭിന്റെ കാര്യത്തിലും സുമനസ്സുകൾ ആ ഒരു ധനസഹായം എത്തിക്കേണ്ട സമയത്ത് എത്തിക്കും എന്നുകൂടി പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എന്തായാലും മോർണിംഗ് വൈബ്സിൽ ഒരിടവേള കൂടി. പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കുന്ന പൊട്ടിത്തെറി അത് ചെറുതായിരിക്കില്ല എന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടിയായി മാറുമെന്ന ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. എന്തായാലും പാർട്ടിയുടെ ദേശീയ നേതൃത്വം അടക്കം അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. കൂടോത്രം ക്രിമിനൽ കുറ്റം ആണ് എന്ന് എങ്ങും പരാമർശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കണം എന്നൊരു അനിശ്ചിതത്വം പോലീസിന് മുൻപിലുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും വിദഗ്ധരുമായി കൂടിയാലോചിക്കുക. നിയമോപദേശം തേടുന്നതിന് പുറമെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം മാത്രമേ ഈ കേസിൽ അന്വേഷണം ആരംഭിക്കാൻ സാധ്യതയുള്ളൂ. എന്തായാലും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കം മൗനം തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് നേതാവ് ഹഫീസ് ഇന്നലെ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബെ സാഹിബിന് പരാതി കൈമാറിയത്. ആ പരാതി സംസ്ഥാന പോലീസ് മേധാവി ഇന്നലെ രാത്രിയോടെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ജി സ്പർജൻ കുമാറിന് കൈമാറുകയായിരുന്നു. ഒരുപക്ഷെ വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഇതിന്റെ ഒരു ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് അടിയന്തരമായ നടപടികളിലേക്ക് തന്നെ പോലീസ് കടക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. അത്തരമൊരു നീക്കം വരും മണിക്കൂറുകളിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കും എന്ന് തന്നെയാണ് സൂചന. എന്തായാലും വിപിൻ മോഹനും KPCC നേതൃത്വത്തിനും ഹൈക്കമാൻഡ് നേതൃത്വത്തിനും പരാതി നൽകുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് സംസ്ഥാന കോൺഗ്രസിൽ ഏത് തരത്തിലുള്ള ചലനങ്ങളായിരിക്കും ഉണ്ടാക്കുക എന്നതാണ് ഇനി ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും BJPയും അതോടൊപ്പം തന്നെ ഇടത് കേന്ദ്രങ്ങളും വ്യാപകമായ വിമർശനവുമായി കൂടോത്ര വിഷയത്തിൽ കോൺഗ്രസിനെ ഗ്രൂപ്പ് പോരാണ് ഇതിലേക്ക് നയിച്ചതെന്ന വിമർശനവുമായി കഴിഞ്ഞ ദിവസം തന്നെ രംഗത്തെത്തിയിരുന്നു. സ്വാഭാവികമായി ഇന്ന് ഉൾപ്പെടെ കൂടുതൽ ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യത ഏറുകയാണ്. തിരികെ മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ഇനി നമുക്കൊരു കൊച്ചു മിടുക്കിയെ പരിചയപ്പെടാം. കുഞ്ഞുണ്ണി മാഷിനെയും കുട്ടി കവിതകളെയും സ്നേഹിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി തീർത്ഥ വിവേക് എന്ന 8 വയസ്സുകാരി 3 ഭാഷകളിൽ കവിത രചിച്ച് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് തീർത്ഥ. കാണാം തീർത്ഥയുടെ വിശേഷം. ഊണുപോലുണ്ണാതെ ഉണ്ണികൾ ഊഞ്ഞാലാടി ഉണ്ണും ഉണ്ണിയപ്പം, രുചിവീരൻ ഉണ്ണിയപ്പം, കൊതിവീരൻ ഉണ്ണികൾ കീകി, ഉണ്ണിയപ്പം തൻ വീരം ഉണ്ണിക്കുടസ. 3 ഭാഷകളിലായി 27 കവിതകൾ. 4ാം ക്ലാസ്സുകാരിയുടെ വിവിധ ഭാഷകളിലെ പദസമ്പത്ത് അതിശയിപ്പിക്കുന്നതാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും രചിച്ച കവിതകളെ തേടിയാണ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എത്തിയത്. ചെറുപ്രായത്തിൽ തന്നെ തീർത്ഥയ്ക്ക് കുഞ്ഞുണ്ണി കവിതകൾ ഇഷ്ടമായിരുന്നു. കുഞ്ഞുണ്ണി മാഷിനെ വർണ്ണിച്ചാണ് ആദ്യ കവിത. നാടോടിത്തമ്പ്രാൻ, നാടോടിത്തമ്പ്രാന്റെ നാടാകും നാടെല്ലാം നാടോടിത്തമ്പ്രാൻ നാട്ടുകാർക്കായി വീതിച്ചു, നാടാകെ വാഴ്ത്തി നാട്ടുകാരും പുകഴ്ത്തി, നാടോടിത്തമ്പ്രാനെ നാടിന്റെ നാഥനായി 4 ദിക്കോളം. My teachers teaches me, their teachings taught me to think, grow big. My teachers also made me to teach others to think, grow big. My teachers are my lesson to listen, learn, love and live to think, grow big. भारत हमारा देश है, देश हमारा भूमि है, भूमि हमारा माता है, മാതൃഭൂമി ഭാരത് മാതാ ഹേ. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലാണ് തൃപ്പൂണിത്തുറ ഗണപതി മഠത്തിൽ തീർത്ഥ വിവേക് കവിതകൾ ചൊല്ലാൻ തുടങ്ങിയത്. തുടർന്നാണ് മാതാപിതാക്കൾ ആ കവിതകൾ തീർത്ഥയുടെ കവിതകളാണെന്ന് തിരിച്ചറിഞ്ഞത്. കുഞ്ഞുണ്ണി മാഷിന്റെ 50 കവിതകൾ 22 മിനിറ്റിൽ ചൊല്ലിയാണ് അന്ന് തീർത്ഥ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കരസ്ഥമാക്കിയത്. പിന്നാലെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും എത്തി. കുഞ്ഞുണ്ണി മാഷിന്റെ 51 കവിതകൾ നിർത്താതെ 21 മിനിറ്റിൽ ചൊല്ലിയതിനാണ് എനിക്ക് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും കിട്ടിയത്. ഞാൻ
കുറച്ച് കവിതകള് 3 ഭാഷയിൽ എഴുതി. അതിനാണ് എനിക്ക് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. ഹാസ്യവും ചിന്തകളും സ്നേഹവും ഭക്തിയും കുസൃതിയും ഒക്കെ ഇഴുകിച്ചേർന്നതാണ് തീർത്ഥയുടെ കവിതകൾ. കവിതകളുടെ ഇല്ലസ്ട്രേഷനുകളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ കൊച്ചുമിടുക്കി. കൊറോണ സമയത്താണ് കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകൾ ചൊല്ലി പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച് അറിയാവുന്നതൊക്കെ ഗൂഗിളിൽ നിന്ന് പുസ്തകത്തിൽ നിന്നൊക്കെ ആയിട്ട് പറഞ്ഞു കൊടുത്തു. ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ സ്വന്തം മുത്തശ്ശനെ പോലെ കരുതി. അതിനിടയ്ക്ക് കുഞ്ഞുമാഷിന് തോർത്തൊക്കെ ഇടുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ, ബെഞ്ഞിനൊക്കെ ഇട്ട്. അപ്പൊ എന്റെ അടുത്ത് പറയും ഒരു ദിവസം ബെഞ്ഞിനിട്ട് തോർത്തിട്ടിരിക്കും, ഈ കുഞ്ഞിനെ മാഷിനെ പോലെ പഠിപ്പിച്ചു തരാൻ. അങ്ങനെ ഞങ്ങൾ കളിച്ച് പഠിച്ചു തുടങ്ങിയത്. അങ്ങനെ ഓരോ കവിതകളാണ് 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ ഓരോ കവിതകൾ. നമ്മളൊന്ന് UKG ആയിരുന്നല്ലോ. അങ്ങനെ അത് ചെയ്തു. ഒരു 51 കവിതകളായപ്പോഴത്തേക്ക് ഞാൻ മോളോട് ചോദിച്ചു, ഈ 51 ഒന്നിച്ച് ചൊല്ലാമോ? അപ്പോൾ കുഞ്ഞുണ്ണി മാഷിന് ഭയങ്കര ഇഷ്ടാവുന്നു. അപ്പൊ കുഞ്ഞുണ്ണി മാഷ് കേൾക്കുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് നക്ഷത്രലോകത്തുനിന്ന് കുഞ്ഞുമാഷ് വരുമെന്ന്. അങ്ങനെ രാത്രി ഒരു ദിവസം നക്ഷത്രം നോക്കിയാണ് മോള് ഈ 51 കവിതകൾ ഒന്നിച്ചു ചൊല്ലി. കൃഷ്ണനെക്കുറിച്ചും മഹാത്മജിയെക്കുറിച്ചും APJ അബ്ദുൽ കലാമിനെക്കുറിച്ചുമൊക്കെ തീർത്ഥ ടോക്സ് എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുന്നുമുണ്ട്. വീഡിയോകൾ ഷൂട്ട് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും അമ്മ സൌമ്യയാണ് പ്രധാന സഹായി. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് കവിതകളോടുള്ള ഒരു താല്പര്യം തുടങ്ങുന്നത്. ആ സമയത്ത് കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകൾ ചൊല്ലിപ്പടിച്ചും ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് തന്നെയാണ് കുഞ്ഞുണ്ണി മാഷിന്റെ 51 കവിതകൾ 22 മിനിറ്റിൽ നിർത്താതെ ചൊല്ലിയതിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും കിട്ടിയത്. ആ ഒരു താല്പര്യം പിന്നീട് കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു അനുഗ്രഹത്താൽ എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. കവിതകളോട്, പ്രത്യേകിച്ച് ഷോർട്ട് പോയിന്റ്സിനോട് ഒരു താല്പര്യം മോൾക്ക് തുടങ്ങി. കവിതകൾ പുസ്തകരൂപത്തിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തീർത്ഥ. പ്രൊഫസർ MK സാനു അവതാരിക എഴുതും. ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് വിവേക് കെ വിജയന്റെയും സെന്റ് തെരേസാസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സൌമ്യ വിവേകിന്റെയും മകളായ തീർത്ഥ തൃപ്പൂണിത്തുറ NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. ന്യൂസ് 18 കൊച്ചി. റേഷൻ മേഖലയോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണന ആരോപിച്ച് റേഷൻ വ്യാപാരികളുടെ 2 ദിവസത്തെ സമരം ഇന്ന് തുടങ്ങും. രാവിലെ 8 മണി മുതൽ നാളെ വൈകിട്ട് 5 മണി വരെ തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിലാണ് രാപ്പകൽ സമരം. കഴിഞ്ഞ ദിവസം മന്ത്രിമാരുമായി നടന്ന ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സമരത്തിന് റേഷൻ ഡീലേഴ്സ് കോഓർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക, കിറ്റ് കമ്മീഷൻ നൽകുക, ക്ഷേമനിധി കാര്യക്ഷമമാക്കുക, KTPDS അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. CITU നേതാവ് TP രാമകൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്യും. ഇനി നമ്മൾ വീണ്ടും ചില ഇന്റർനാഷണൽ വാർത്തകളാണ് പരിശോധിക്കുന്നത്. ജോ ബൈഡനെ അറിയാത്തവർ ഉണ്ടാകില്ല ഇന്ന്. പ്രത്യേകിച്ച് വീണ്ടും ഒരു അമേരിക്കൻ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ ഇക്കുറി പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ജോ ബൈഡൻ ഉണ്ടാകുമോ എന്നുള്ള ചർച്ചയാണ് സജീവമാകുന്നത്. സാധ്യത മങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആരാണ് ജോ ബൈഡൻ എന്നറിയാം. ദ ലീഡറിൽ സന്ദീപ് ശശികുമാർ ആ കഥ പറയും. ജോ ബൈഡൻ എന്ന നേതാവിന് എന്താണ് സംഭവിച്ചത്? തന്റെ പരിമിതികളെയെല്ലാം അതിജീവിച്ച് ലോകത്തിലെ നമ്പർ 1 ശക്തിയായ അമേരിക്കയുടെ പ്രസിഡന്റ് പദം വരെ എത്തിയ നേതാവിന്റെ അധികാര ദുർമോഹമാണോ ആ മനുഷ്യന്റെ തിരിച്ചടികൾക്ക് കാരണം? ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന അപമാനിതനും പരാജയ ഭീതി നിറഞ്ഞവനും എങ്കിലും അധികാരത്തെ ഇനിയും നുണയാൻ ആർത്തി പൂണ്ടു നിൽക്കുന്ന ജോ ബൈഡന്റെ കഥയല്ല ഇത്. ദാരിദ്ര്യത്തിന്റെ വാതിൽപ്പടിയിൽ ജനിച്ച് മധ്യവർഗ ജീവിതം നയിച്ച് തന്റെ ശാരീരിക വെല്ലുവിളികളെയെല്ലാം അതിജീവിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് പദം വരെ വിജയിച്ചെത്തിയ ജോസഫ് റോബിനറ്റ ജോ ബൈഡൻ ജൂനിയർ എന്ന ശക്തനായ നേതാവിന്റെ ജീവിത കഥയാണിത്. നാം ഇന്നറിയുന്ന ജോ ബൈഡൻ മറ്റാരോ ആണെന്ന് നമുക്ക് തോന്നുന്ന ആ ജീവിതത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. കാലം 1942. സ്ഥലം അമേരിക്കയിലെ പെൻസിൽവാനിയയിലെ സ്ക്രാൻഡണിലെ സെന്റ് മേരീസ് ഹോസ്പിറ്റൽ. ആ വർഷം നവംബർ 20 ഈ ആശുപത്രിയിൽ ഒരു ആൺകുഞ്ഞ് പിറന്നു. മാതാവിന്റെ പേര് കാതറിൻ യുജീനിയ ജീൻ ബൈഡൻ, പിതാവ് ജോസഫ് റോബിനറ്റ് ബൈഡൻ സീനിയർ. കത്തോലിക്കക്കാരനായ പിതാവിനും ഐറിഷ് വംശജയായ മാതാവിനും ജനിച്ച ആദ്യത്തെ കുട്ടി. 1 വയസ്സ് കഴിഞ്ഞപ്പോഴേ സംസാരിച്ചു തുടങ്ങി. എന്നാൽ വാക്കുകൾ കൂട്ടി വാചകങ്ങൾ പറയാൻ തുടങ്ങിയപ്പോഴാണ് കുഞ്ഞിന് വിക്കുണ്ടെന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലായത്.
ജോസഫ് സീനിയറിന്റെ പിതാവ് ജോസഫ് എച്ച് ബൈഡൻ മെരിലാൻഡിലെ ബാൾട്ടിമോറിൽ നിന്നുള്ള എണ്ണ വ്യവസായിയായിരുന്നു. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ഐറിഷ് വംശ പാരമ്പര്യമുള്ളവരായിരുന്നു ജോസഫ് എച്ച് ബൈഡനും ഭാര്യ മേരി എലിസബത്തും. തുടക്കത്തിൽ സമ്പന്നനായിരുന്ന പിതാവിന് ബൈഡൻ ജനിച്ചപ്പോഴേക്കും നിരവധി സാമ്പത്തിക തിരിച്ചടികൾ നേരിട്ടതിനാൽ അദ്ദേഹവും കുടുംബവും വർഷങ്ങളോളം ബൈഡന്റെ അമ്മയുടെ മാതാപിതാക്കൾക്കൊപ്പമാണ് താമസിച്ചിരുന്നത്. ഇതിനിടെ ബൈഡന് ഇളയവരായി ഒരു സഹോദരിയും 2 സഹോദരന്മാരും ജനിച്ചു. 1950കളിൽ സ്ക്രാൻഡൺ നഗരം സാമ്പത്തിക തകർച്ചയിൽ അകപ്പെട്ടു. ഇതോടെ ബൈഡന്റെ പിതാവിന് സ്ഥിരമായി ഒരു ജോലി കണ്ടെത്താൻ പോലും സാധിച്ചില്ല. 1953 മുതൽ ഡെലവെയറിലെ ക്ലേമോണ്ടിലെ ഒരു അപ്പാർട്ട്മെന്റിൽ വർഷങ്ങളോളം താമസിച്ചിരുന്ന ഈ കുടുംബം തുടർന്ന് ഡെലവെയറിലെ വിൽമിംഗ്ടണിലുള്ള ഒരു വീട്ടിലേക്ക് താമസം മാറി. ജോ ബൈഡൻ സീനിയർ പിന്നീട് പഴയ കാറുകളുടെ ബിസിനസ്സിലേക്ക് കടന്നു. ഇതോടെ കുടുംബത്തിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുകയും മധ്യവർഗ ജീവിതത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്തു. കാലം കുഞ്ഞു ബൈഡനെ സ്കൂളിൽ വിടാൻ പരുവപ്പെടുത്തി. സ്കൂളിൽ വെച്ച് തന്നെ ബൈഡൻ തന്റെ നേതൃപാടവം പ്രകടിപ്പിച്ചു തുടങ്ങി. തന്റെ ജൂനിയർ ക്ലാസ്സുകളിലും തുടർന്ന് സീനിയർ സ്കൂളിലും ബൈഡനായിരുന്നു ക്ലാസ് ലീഡർ. പഠനവും രാഷ്ട്രീയവും മാത്രമല്ല, കായിക രംഗത്തും കഴിവ് തെളിയിക്കാൻ ബൈഡന് കഴിഞ്ഞു. ക്ലേമോണ്ടിലെ ആർച്ച്മിയർ അക്കാദമിയിൽ ഹൈസ്കൂൾ ഫുട്ബോൾ ടീമിലെ അംഗമായിരുന്നു ബൈഡൻ. ഫുട്ബോൾ മാത്രമല്ല, ബേസ്ബോളും ബൈഡന്റെ ഇഷ്ടവിനോദമായിരുന്നു. കളിക്കളത്തിലും ക്ലാസ് മുറിയിലും പൊതുരംഗത്തും തിളങ്ങുമ്പോഴും ബൈഡനെ മാനസികമായി അലട്ടിയ ഒരു പ്രശ്നമുണ്ടായിരുന്നു. സംസാരിച്ചു തുടങ്ങിയ കാലത്തെ തനിക്കൊപ്പം കൂടിയ വിക്ക്. ആ പരിമിതിയെ മറികടന്നേ തീരൂ എന്ന് ബൈഡൻ നിശ്ചയിച്ചുറപ്പിച്ചു. രാഷ്ട്രീയത്തിൽ ഒരു നല്ല നേതാവിന് വേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണെന്ന് ബൈഡന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ആ ബോധ്യത്തിൽ നിന്നാണ് ബൈഡൻ തന്റെ വിക്കിനെ മറികടക്കാൻ പരിശ്രമിച്ചത്. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് കവിതകൾ ചൊല്ലിയാണ് ബൈഡൻ വിക്കിനെ അതിജീവിക്കാൻ പരിശീലിച്ചത്. കാലക്രമത്തിൽ തന്റെ വിക്കിനെ നാവുവഴക്കം കൊണ്ട് മറച്ചുവെക്കാൻ ബൈഡൻ സിദ്ധി കരസ്ഥമാക്കി. 1961 അദ്ദേഹം ബിരുദം നേടി. ബിരുദ സമ്പാദനത്തിന് ശേഷം ഡെമോക്രാറ്റിക് പാർട്ടിയിൽ സജീവമായി. 1966 ഓഗസ്റ്റ് 27 സിറാക്കൂസ് സർവകലാശാലയിലെ വിദ്യാർത്ഥിനിയായ നീലിയ ഹണ്ടറിനെ ബൈഡൻ വിവാഹം കഴിച്ചു. ബൈഡൻ 1969 അറ്റോർണിയായി. 1970 ന്യൂ കാസ്റ്റിൽ കൺട്രി കൗൺസിൽ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1972 ആദ്യമായി സെനറ്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. അമേരിക്കൻ ചരിത്രത്തിലെ 6ാമത്തെ പ്രായം കുറഞ്ഞ സെനറ്ററായിരുന്നു അദ്ദേഹം. സെനറ്ററായി വിജയിച്ച് ചരിത്രം കുറിച്ച് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞതോടെ ബൈഡന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം തേടിയെത്തി. 1972 ഡിസംബർ 18 ബൈഡന്റെ ഭാര്യ നീലിയയും 1 വയസ്സുള്ള മകൾ നവോമിയും ഡെലവെയറിലെ ഹോക്കേസിനിൽ ക്രിസ്മസ് ഷോപ്പിങ്ങിനിടെ ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടു. ബൈഡന്റെ കാഴ്ചപ്പാടുകളെയും ചിന്തകളെയും പ്രവർത്തനങ്ങളെയും എല്ലാം ഈ ദുരന്തം അടിമുടി മാറ്റി. തികച്ചും തന്നിലേക്കൊതുങ്ങിയ ബൈഡനെ പക്ഷേ വിധി വീണ്ടും വേട്ടയാടിക്കൊണ്ടേയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം 2015 ബൈഡന്റെ മൂത്ത മകൻ ബ്യൂ ബ്രെയിൻ ട്യൂമർ ബാധിച്ച് മരിച്ചു. ഇതിനിടയിൽ 1977 അദ്ദേഹം വിദ്യാഭ്യാസ വിചക്ഷണയായിരുന്ന ജിൽ ജേക്കബ്സിനെ വിവാഹം കഴിച്ചു. ജിൽ ജേക്കബ്സ് ബൈഡനെ വീണ്ടും പൊതുരംഗത്ത് സജീവമാകാൻ സഹായിച്ചു. US സെനറ്റർ എന്ന പദവിക്ക് പുറമെ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ലോയുടെ ശാഖയായ ഡെലവെയറിലെ വിൽമിംഗ്ടണിൽ ഒരു അനുബന്ധ പ്രൊഫസറായും ബൈഡൻ പ്രവർത്തിച്ചു. ഡെലവെയറിൽ നിന്ന് 6 തവണ സെനറ്ററായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 1987 അദ്ദേഹം ആദ്യമായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. എന്നാൽ പരാജയം ഉറപ്പായതോടെ പിന്മാറി. 2008 ബൈഡൻ 2ാം തവണയും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചെങ്കിലും അയോവ കോക്കസിൽ 5ാം സ്ഥാനത്തെത്താനേ സാധിച്ചുള്ളൂ. 7 മാസങ്ങൾക്ക് ശേഷം ബരാക് ഒബാമ അദ്ദേഹത്തെ തന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്തു. 2009 അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായി ബൈഡൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ബരാക് ഒബാമയായിരുന്നു അപ്പോൾ പ്രസിഡന്റ്. വൈസ് പ്രസിഡന്റ് ആകുന്നതിന് വേണ്ടി സ്ഥാനമൊഴിയുന്ന സമയത്ത് അമേരിക്കൻ സെനറ്റിലെ ഏറ്റവും മുതിർന്ന 4ാമത്തെ സെനറ്റ് അംഗമായിരുന്നു ജോ ബൈഡൻ. 2012 നടന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും ബരാക് ഒബാമയും ബൈഡനും വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. 2021 സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന്റെ എതിരാളിയായി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബൈഡൻ എത്തി. ട്രംപിനെ പരാജയപ്പെടുത്തി ബൈഡൻ അമേരിക്കയുടെ പ്രസിഡന്റായി. കോവിഡിനെതിരായ പോരാട്ടം, സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്നും രാജ്യത്തെ കരകയറ്റാനുള്ള പ്രവർത്തനങ്ങൾ, അഫ്ഗാനിൽ നിന്നും അമേരിക്കൻ സേനയെ പൂർണ്ണമായും പിൻവലിക്കൽ തുടങ്ങി ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് ബൈഡൻ പ്രസിഡന്റ് കസേരയിലിരുന്ന് നടത്തിയത്. എന്നാൽ പഴയ ചെറുപ്പത്തിന്റെ പ്രസരിപ്പ് വാർദ്ധക്യത്തിന്റെ പരകോടിയിൽ നിൽക്കുമ്പോൾ ബൈഡൻ ഉണ്ടായിരുന്നില്ല. പല വേദികളിലും പല അബദ്ധങ്ങളും അമേരിക്കൻ പ്രസിഡന്റിന് സംഭവിച്ചു. ജോ ബൈഡന്റെ ഓർമ്മക്കുറവ് ലോകമെമ്പാടും ചർച്ചയായി. പലപ്പോഴും ഒരു കോമാളി പരിവേഷം ബൈഡന്റെ പ്രവൃത്തികൾ തന്നെ അദ്ദേഹത്തിന് സമ്മാനിച്ചു. അമേരിക്കയിലെ രാഷ്ട്രീയമായതുകൊണ്ട് ലൈംഗികാപവാദം ഇല്ലാതെ പറഞ്ഞു നിർത്താനാകില്ലല്ലോ. ബൈഡൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ തയ്യാറെടുത്ത 2020 ബൈഡനെതിരെ ലൈംഗിക ആരോപണവുമായി താര റെഡെ എന്ന യുവതി രംഗത്തെത്തിയത്. 1993 ബൈഡൻ അമേരിക്കൻ സെനറ്റ് അംഗമായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിലെ ജീവനക്കാരിയായിരുന്നു താര റെഡെ. 1992 ഡിസംബർ മുതൽ 1993 ഓഗസ്റ്റ് വരെ ബൈഡന്റെ US സെനറ്റ് ഓഫീസിൽ സ്റ്റാഫ് അസിസ്റ്റന്റായി താര ജോലി ചെയ്തിരുന്നു.
1993 ഒരു ദിവസം ബൈഡൻ തന്നെ ചുമരിനോട് ചേർത്ത് നിർത്തി വസ്ത്രത്തിനുള്ളിലൂടെ കൈകടത്തി ഉപദ്രവിച്ചെന്നായിരുന്നു താരയുടെ ആരോപണം. ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയാകാനുള്ള മത്സരത്തിൽ നിന്നും വിട്ടുനിൽക്കണമെന്നാവശ്യപ്പെട്ടാണ് അന്ന് യുവതി രംഗത്തെത്തിയത്. തന്നെ ഭിത്തിയോട് ചേർത്ത് നിർത്തി വസ്ത്രങ്ങൾക്കുള്ളിൽ കൈകടത്തിയെന്ന് പറഞ്ഞ അവർ താൻ അദ്ദേഹത്തിന്റെ ഇംഗിതത്തിന് വഴങ്ങാൻ കൂട്ടാക്കാതിരുന്നപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നും ആരോപിച്ചു. നീ എനിക്ക് ഒന്നുമല്ലെന്നും എന്നെ നിനക്ക് ഇഷ്ടമാണെന്ന് അറിയാമെന്നുമൊക്കെ അദ്ദേഹം വിളിച്ചു പറഞ്ഞുവെന്നും റെഡെ പറഞ്ഞു. ബൈഡൻ തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടതെന്ന് അവർ പറഞ്ഞിരുന്നു. എന്നാൽ യുവതിയുടെ ആരോപണങ്ങളെല്ലാം അന്ന് ബൈഡൻ നിഷേധിക്കുകയാണ് ഉണ്ടായത്. ബൈഡനെ പിന്തുണച്ചാണ് ഭൂരിപക്ഷ പേരും നിലകൊണ്ടത്. 36 വർഷം സെനറ്റിൽ, 8 വർഷം ഒബാമ ഭരണകൂടത്തിൽ വൈസ് പ്രസിഡന്റ്, തുടർന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അമേരിക്കയുടെ പ്രസിഡന്റ്. സമാനതകളില്ലാത്ത ജീവിതം തന്നെയാണ് ബൈഡന്റേത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് പദവി ഒഴിയാൻ തനിക്ക് മനസ്സില്ലെന്ന് പ്രഖ്യാപിച്ച് വരുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്കും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബൈഡൻ. എന്നാൽ എതിരാളിയായ ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ആദ്യ സംവാദത്തിൽ തന്നെ ബൈഡൻ പതറി. ഇതോടെ സ്വന്തം പാർട്ടിക്കാർ തന്നെ വേറെയാളെ തേടുകയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കാൻ. സ്വയം ഒഴിഞ്ഞ് മറ്റൊരാൾക്ക് അവസരം നൽകിയാൽ ബൈഡന് മാനം രക്ഷിക്കാം. അല്ലെങ്കിൽ പ്രായത്തിന്റെ അവശതകൾ നിൽക്കുന്ന ചക്രവ്യൂഹത്തിൽപ്പെട്ട് ബൈഡൻ എന്ന രാഷ്ട്രീയക്കാരൻ സ്വയം ഇല്ലാതാകും. നാം അറിയുന്ന ബൈഡന്റെ ജീവിതം അങ്ങനെയാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാനേ നമുക്കിപ്പോൾ സാധിക്കൂ. ഇനി നമുക്ക് ബ്രിട്ടനിലേക്ക് പോയാൽ 14 വർഷത്തിന് ശേഷമാണ് ബ്രിട്ടനിൽ ലേബർ പാർട്ടി അധികാരത്തിലേറുന്നത്. രാഷ്ട്രീയത്തിൽ ഇടതു മനസ്സ് സൂക്ഷിക്കുന്ന ലേബർ പാർട്ടിയുടെ അമരത്തേറി കീർ സ്റ്റാർമർ പ്രധാനമന്ത്രിയാകുമ്പോൾ ലോകം ഏറെ പ്രതീക്ഷിക്കുന്നുണ്ട്. മുമ്പെല്ലാം ലേബർ പാർട്ടി അധികാരത്തിലെത്തിയപ്പോൾ സമൂലമായ പരിഷ്കരണം നടന്ന ഒരു ചരിത്രം ഇംഗ്ലീഷ് നാടിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കുറി ഇനി എന്തെല്ലാമാണ് സ്റ്റാർമർ കരുതിയിരിക്കുന്നത് എന്നറിയാൻ ലോകത്തിന് ജിജ്ഞാസയും ഏറെയാണ്. എന്താണ് ലേബർ പാർട്ടിയുടെ ചരിത്രമെന്ന് പരിശോധിക്കാം. അങ്ങനെ ബ്രിട്ടനിൽ ഭരണമാറ്റം സംഭവിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ വംശജനായ ഋഷി സുനക് അധികാരത്തിൽ നിന്ന് പുറത്തായി. ഋഷി സുനക് അധികാരം ഒഴിയുന്നു എന്നതിലപ്പുറം ലേബർ പാർട്ടി അധികാരത്തിലെത്തുന്നു, അതും 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം. അതാണ് ഇക്കുറി ബ്രിട്ടീഷ് തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. 14 വർഷമായി ബ്രിട്ടനെ അടക്കി വാണിരുന്ന കൺസർവേറ്റീവ് പാർട്ടി വാഴ്ച അവസാനിക്കുകയാണ്, തൽക്കാലത്തേക്കെങ്കിലും. കെയർ സ്റ്റാർമർ ബ്രിട്ടന്റെ അടുത്ത പ്രധാനമന്ത്രിയാകും, അതായത് ഋഷി സുനകിന്റെ പിൻഗാമിയാകും. ഇടതു മനസ്സുള്ള രാഷ്ട്രീയവുമായി കെയർ സ്റ്റാർമറും ലേബർ പാർട്ടിയും ബ്രിട്ടനെ ഭരിക്കാനൊരുങ്ങുമ്പോൾ ഇത്തിരി ചരിത്രം കൂടി നോക്കിവരാം. ശരിക്കും ഇതൊരു ചരിത്രപരമായ തെരഞ്ഞെടുപ്പായിരുന്നു. ഋഷി സുനക്കിന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒഴുകിപ്പോകുന്നു എന്ന ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല, അതിനും എത്രയോ മുമ്പ് വിലയിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. ലേബർ പാർട്ടിയുടെ വിജയം പക്ഷേ ഗംഭീരമാണ്. ഇനി അധികാരത്തിലെത്തുന്നത് കെയർ സ്റ്റാർമർ. 10 ഡൗണിംഗ് സ്ട്രീറ്റിലെത്തുന്ന 7ാമത്തെ മാത്രം ലേബർ പാർട്ടി ലീഡർ കൂടിയാണ് അദ്ദേഹം. 1900-ലാണ് ലേബർ പാർട്ടിയുടെ ചരിത്രം തുടങ്ങുന്നത്. അന്ന് ലേബർ റെപ്രസെന്റേറ്റീവ് കമ്മിറ്റി എന്നായിരുന്നു പേര്. 1983-ൽ കെയർ ഹാർഡി രൂപീകരിച്ച ഇൻഡിപെൻഡന്റ് ലിബറൽ പാർട്ടിയിൽ നിന്നാണ് ലേബർ റെപ്രസെന്റേറ്റീവ് കമ്മിറ്റി വരുന്നത്. തൊഴിലാളി സംഘടനകളുടെ എല്ലാം പിന്തുണ നേടിക്കൊണ്ടായിരുന്നു ഇത്. സോഷ്യലിസ്റ്റുകൾ, മാർക്സിസ്റ്റുകൾ, സോഷ്യൽ ഡെമോക്രാറ്റുകൾ എന്നിവരും ഈ നീക്കത്തെ തൊഴിലാളി സംഘടനകൾ കൂടാതെ പിന്തുണച്ചു. വലിയ പിന്തുണയാണ് പെട്ടെന്ന് ലേബർ റെപ്രസെന്റേറ്റീവ് കമ്മിറ്റിയും പിന്നീട് ലേബർ പാർട്ടിയും സ്വന്തമാക്കിയത്. 1922-ൽ ബ്രിട്ടനിലെ പ്രതിപക്ഷമായി വളർന്നു. അതിനുശേഷം ഇന്നോളം ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ലേബർ പാർട്ടിയായിരുന്നു എന്നതാണ് ബ്രിട്ടന്റെ രാഷ്ട്രീയ ചരിത്രം. ഇടതുപക്ഷമാണ് എന്നും ലേബർ പാർട്ടിയുടെ രാഷ്ട്രീയ മനസ്സ്. തൊഴിലാളി പക്ഷത്തുള്ള പാർട്ടിക്ക് അങ്ങനെയാകാതെ തരമില്ല എന്നത് തന്നെ യാഥാർത്ഥ്യം. 1918-ന് ശേഷം 11 തവണയാണ് ലേബർ പാർട്ടി ബ്രിട്ടനിൽ സർക്കാർ രൂപീകരിച്ചത്. ഇക്കാലയളവിൽ 13 തവണയാണ് കൺസർവേറ്റീവ് പാർട്ടി സർക്കാരുണ്ടാക്കിയത്. 11 തവണ സർക്കാരുണ്ടാക്കിയെങ്കിലും 6 തവണയാണ് ലേബർ പാർട്ടി പ്രതിനിധി ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ളത്. 1924-ലാണ് ആദ്യത്തെ ലേബർ പാർട്ടി സർക്കാരുണ്ടാക്കുന്നത്. അതൊരു ന്യൂനപക്ഷ സർക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ആയുസ് ഉണ്ടായത് വെറും 11 മാസം. അതുവരെ കൺസർവേറ്റീവ് പാർട്ടിക്കും ലിബറൽ പാർട്ടിക്കും അപ്രമാദിത്വം ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിലേക്ക് പുതിയൊരു പാർട്ടിയുടെ കരുത്തിന്റെ ശക്തി പ്രകടനമായി അത് മാറി എന്നതാണ് ശ്രദ്ധേയം. 11 മാസം നീണ്ട ആ സർക്കാരിൽ റാംസേ മക്ഡൊണാൾഡാണ് പ്രധാനമന്ത്രിയായത്. പിന്നീട് 2 പതിറ്റാണ്ടോളം കാത്തുനിൽക്കേണ്ടി വന്നു ലേബർ പാർട്ടിക്ക് വീണ്ടും അധികാരത്തിലെത്താൻ.
1945 ക്ലെമന്റ് ആറ്റ്ലി നയിച്ച പാർട്ടി ഇക്കുറി ഭൂരിപക്ഷത്തോടെയാണ് ബ്രിട്ടൻ വാഴാനെത്തിയത്. രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്നുള്ള ഈ കാലയളവിൽ 6 വർഷവും ലേബർ പാർട്ടി വിഘ്നങ്ങളില്ലാതെ ബ്രിട്ടൻ ഭരിച്ചു. സാമൂഹികമായും സാമ്പത്തികമായും വലിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കി. ഇക്കാലത്താണ് നാഷണൽ ഹെൽത്ത് സർവീസ് ബ്രിട്ടനിൽ നടപ്പാക്കിയത്. കൽക്കരി, ഇരുമ്പുരുക്ക് വ്യവസായങ്ങളും റെയിൽവേയും ദേശസാൽക്കരിച്ചും ലേബർ പാർട്ടി ഭരണരംഗത്ത് വലിയ പരിഷ്കരണങ്ങൾ വിജയിപ്പിച്ചു. ഇക്കാലത്താണ് ഇന്ത്യയും ബർമയും ബ്രിട്ടന്റെ കരങ്ങളിൽ നിന്ന് മോചിതമായതെന്നതും ചരിത്രമാണ്. 1950 ആ ഭരണകാലം അവസാനിച്ചു. ബ്രിട്ടന് പുതിയ വസന്തം പകർന്നു നൽകിയതായിരുന്നു ആ 6 വർഷങ്ങളും. പിന്നീട് 1964 ലേബർ പാർട്ടി അധികാരത്തിലെത്തിയത്. ഹറോൾഡ് വിൽസൺ പ്രധാനമന്ത്രിയായി. 1950 മുതൽ 1964 വരെയുള്ള കാലത്തെ ബ്രിട്ടന്റെ നഷ്ടകാലം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു ഹറോൾഡ് വിൽസന്റെ സ്ഥാനാരോഹണം. സത്യത്തിൽ അതുതന്നെയായിരുന്നു അവസ്ഥയെന്നാണ് ചരിത്രം ചൂണ്ടിക്കാട്ടുന്നത്. സാമ്പത്തിക രംഗം നന്നേ താറുമാറായിരുന്നു. 1967 പൗണ്ടിന്റെ മൂല്യം വീണ്ടും നിർണ്ണയിക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായി. ആദ്യ ഭരണകാലത്ത് യാഥാർത്ഥ്യമാക്കിയ വസന്തം തിരികെ കൊണ്ടുവരാൻ ശ്രമമുണ്ടായെങ്കിലും പൂർണ്ണതോതിൽ ഫലിച്ചില്ല. 1970 തെരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവുകൾക്കും അവരെ നയിച്ച എഡ്വാർഡ് ഹീതിനും മുന്നിൽ ഹറോൾഡ് വിൽസണും ലേബർ പാർട്ടിയും അടിയറവ് പറഞ്ഞു. 1974 പക്ഷേ ഹറോൾഡ് വിൽസൺ വീണ്ടും അധികാരത്തിലെത്തി. ഇതും രാഷ്ട്രീയമായി അത്ര നല്ല കാലമായിരുന്നില്ല. യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയിലെ അംഗത്വം സംബന്ധിച്ച് നടത്തിയ റഫറൻഡവും പൗണ്ടിന്റെ മൂല്യം തകർന്നിടിഞ്ഞതുമെല്ലാം ഭരണത്തിന് തിരിച്ചടിയായി. ലോക ബാങ്കിന്റെ ഇടപെടൽ വരെ വേണ്ടിവന്നു. എന്തായാലും ഈ വിഷമഘട്ടത്തിൽ രാജിവെച്ചുകൊണ്ടാണ് ഹറോൾഡ് വിൽസൺ അധികാരമൊഴിഞ്ഞത്. ആ തീരുമാനം രാജ്യത്തെ ഞെട്ടിക്കുകയും ചെയ്തു. അതുവരെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ജിം കല്ലഹനാണ് ഹറോൾഡ് വിൽസണ് പകരം പ്രധാനമന്ത്രി പദത്തിലെത്തിയത്. കല്ലഹൻ വിദേശകാര്യ സെക്രട്ടറിയുടെയും പ്രധാനമന്ത്രിയുടെയും ചുമതല ഒന്നിച്ചു വഹിച്ചു. വളരെ ചെറിയ ഒരു ഭൂരിപക്ഷം കൊണ്ടാണ് കല്ലഹൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടർന്നതെന്നതും സവിശേഷമാണ്. ഇത് കൂടാതെയും പ്രതിസന്ധികൾ നേരിട്ടു. സംഘടിതരായ തൊഴിലാളികൾ നടത്തിയ സമരം അതിലൊന്നാണ്. അങ്ങനെ പലതും. വിന്റർ ഓഫ് ദി ഡിസ്കോണ്ടന്റ് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ സാഹചര്യത്തിലേക്കാണ് ഇത് നീങ്ങിയത്. എല്ലാത്തരം തൊഴിലാളികളും ജീവനക്കാരും സമരത്തിലായതോടെ സർക്കാരിന്റെ മുന്നോട്ടു പോക്ക് അനിശ്ചിതത്വത്തിലായി. 1979 അവസാനമായപ്പോഴേക്ക് തുടരാനാകാത്ത നിലയിലായി. ജനങ്ങൾ കല്ലഹനെ പ്രധാനമന്ത്രി കസേരയിൽ നിന്ന് താഴെ ഇറക്കി. അത് മറ്റൊരു ചരിത്രത്തിനാണ് ബ്രിട്ടനിൽ വഴി തുറന്നത്. ബ്രിട്ടന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായ മാർഗരറ്റ് താച്ചർ അധികാരത്തിലെത്തി. മാർഗരറ്റ് താച്ചർ തുടക്കമിട്ടത് 18 വർഷം നീളുന്ന കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണത്തിനാണ്. അതായത് 1997 ടോണി ബ്ലെയർ പ്രധാനമന്ത്രിയാകുന്നത് വരെ കൺസർവേറ്റീവുകളുടെ കരങ്ങളിലായിരുന്നു ബ്രിട്ടൻ. ടോണി ബ്ലെയറിലൂടെ വീണ്ടും ഒരു ലേബർ പാർട്ടിക്കാരൻ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായതോടെ വീണ്ടും പരിഷ്കാരങ്ങൾക്കാണ് വേദിയായത്. വെറും 146 സീറ്റുകളിൽ നിന്ന് ബ്ലെയർ 118 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലാണ് അധികാരത്തിലെത്തിയതെന്നും ഓർക്കണം. രാജ്യത്തെ പല കാര്യങ്ങളും അടിമുടി പരിഷ്കരിക്കാൻ ബ്ലെയറിന് സാധിച്ചു. സാമ്പത്തിക രംഗം നവീകരിച്ചു. ഇറാഖിൽ യുദ്ധം ചെയ്ത അമേരിക്കയെ പിന്തുണച്ചതിലൂടെ വിദേശ നയത്തിലും നയം വ്യക്തമാക്കി. 10 വർഷം നീണ്ടു ടോണി ബ്ലെയറിന്റെ ഭരണകാലം. ബ്രിട്ടനിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്നയാൾ എന്ന പെരുമ ബാക്കിയാക്കിയാണ് ടോണി ബ്ലെയർ ഭരണകാലം അവസാനിപ്പിച്ചത്. ടോണി ബ്ലെയറിന് ശേഷവും ലേബർ പാർട്ടി ഭരണത്തിൽ തുടർന്നു. 2007 മുതൽ 2010 വരെ ഗോർഡോൺ ബ്രൗൺ പ്രധാനമന്ത്രിയായി. വടക്കൻ അയർലൻഡിനുള്ള ഭരണ കൈമാറ്റം, ഇറാഖിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കൽ, കാലാവസ്ഥാ വ്യതിയാന നിയമം നടപ്പാക്കിയതും ഗോർഡൺ ബ്രൗണിന്റെ കാലത്തായിരുന്നു. പിന്നെ 14 വർഷങ്ങൾ ബ്രിട്ടനിൽ ലേബർ പാർട്ടി അധികാരം തൊട്ടില്ല. ഇപ്പോൾ കെയർ സ്റ്റാർമർ അധികാരത്തിൽ എത്തും വരെ. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് സ്റ്റാർമർ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ ബ്രിട്ടൻ പ്രതീക്ഷിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം സ്വന്തം പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കുക എന്നത് തന്നെയാണ്. 2019 202 സീറ്റെന്ന അതിദയനീയമായ വിധത്തിൽ തകർന്നുപോയ ലേബർ പാർട്ടി ഇക്കുറി കരുത്തുകാട്ടിയെങ്കിലും സ്റ്റാർമറിന് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാനുണ്ട്. ഏതാണ്ട് ഒരു ദശാബ്ദം മുമ്പ് 2015 സ്റ്റാർമർ UK പാർലമെന്റിൽ എത്തുന്നത്. ഒരു തീപ്പൊരി നേതാവൊന്നുമല്ല സ്റ്റാർമർ, പക്ഷേ ഒരു നല്ല മാനേജറാണ്. ചുമതലാബോധമുള്ള ടീമിനെ കൃത്യമായി നയിക്കാനാകുന്ന നേതാവ്. അതിന്റെ ഫലമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. സ്റ്റാർമറുടെ രാഷ്ട്രീയ ജീവിതം അത്ര സുഖകരമായ ഒന്നായിരുന്നില്ല. COVID-19 പടർന്നു പിടിച്ച കാലത്താണ് ബ്രിട്ടനിലെ തലമുതിർന്ന നേതാവായി അദ്ദേഹം മാറിയത്.
യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള പടിയിറക്കം, യൂറോപ്യൻ സാമ്പത്തിക മാന്ദ്യം, റഷ്യൻ യുക്രൈൻ യുദ്ധം, ഇങ്ങനെ കഠിനമായ പല ഘട്ടങ്ങളിലൂടെയും ലോകം കടന്നുപോയപ്പോൾ നയപരമായി നയിച്ച പ്രതിപക്ഷ നേതൃപദവിയാണ് സ്റ്റാർമറിനെ ഇപ്പോഴത്തെ ഈ പദവിയിൽ എത്തിച്ചിരിക്കുന്നത്. സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുകയാണ് കെയർ സ്റ്റാർമറുടെ ഏറ്റവും വലിയ വെല്ലുവിളി. പ്രോ ബിസിനസ്സും പ്രോ വർക്കറുമായ ഭരണമായിരിക്കും കെയർ സ്റ്റാർമറുടെ നയം. ആരുടെയും നികുതി വർദ്ധിപ്പിക്കില്ലെന്ന വാക്ക് പ്രചാരണ സമയത്തെ സ്റ്റാർമർ നൽകിയിരുന്നു. അത് പാലിക്കപ്പെടുമോ എന്നതായിരിക്കും ലോകം ഉറ്റുനോക്കുന്ന കാര്യം. വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിലും സ്റ്റാർമർ കൂടുതൽ ഊന്നൽ നൽകും. NHSൽ ഉണ്ടാകുന്ന കാലതാമസം ഒഴിവാക്കാനുള്ള നടപടികളും ഉണ്ടാകും. പുതുതായി 6500 അധ്യാപകരെ നിയമിക്കാനും സ്റ്റാർമർ പദ്ധതിയിടുന്നുണ്ട്. നമ്മളൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. എറണാകുളം ഇടപ്പള്ളിയിൽ നിർത്തിയിട്ട ഗുഡ്സ് ട്രെയിനിന് മുകളിൽ കയറിയ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ അന്വേഷണം തുടങ്ങി റെയിൽവേ. പോണേക്കര സ്വദേശി ആന്റണി ജോസിനാണ് ദാരുണാന്ത്യമുണ്ടായത്. ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. ട്രെയിനിന് മുകളിലൂടെ കയറി മറുവശത്തേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് ഷോക്കേറ്റത്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുകയാണ്. നവമി, നമ്മൾ നേരത്തെ സംസാരിച്ച വിഷയമാണ്, അപ്പോഴും സൂചിപ്പിച്ചൊരു കാര്യം, അതായത് ഈ കുട്ടികളൊക്കെ എന്തുകൊണ്ട് ഇത്തരത്തിൽ അബദ്ധം കാണിക്കുന്നു, ഇത്തരത്തിലുള്ള സാഹസികതയ്ക്ക് പുറകെ പോകുന്നു, അതുകൊണ്ടാണ് വലിയൊരു ദാരുണമായ ഒരു സംഭവത്തിലേക്ക്, മരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് കരുതുന്നത് ദൃക്സാക്ഷികളടക്കം പറയുന്ന കാര്യങ്ങൾ. ആര്യ, അച്ഛന്റെ അമ്മയുടെയും ഏക മകൻ 19 വയസ്സേ ആയുള്ളൂ. 1ാം വർഷ BCA വിദ്യാർത്ഥിയാണ്. 2 ആഴ്ച മുൻപാണ് കോളേജ് സ്റ്റാർട്ട് ചെയ്തത്. എറണാകുളത്ത് തന്നെ KMM കോളേജിലെ BCA വിദ്യാർത്ഥിയാണ്. വീട്ടുകാരുടെ ഒരു അവസ്ഥ, അവരുടെ ഒരു മാനസികാവസ്ഥ എത്രമാത്രമാണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. അത്ര വലിയ ദാരുണമായ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അന്ത്യമാണ്. ഇത് കണ്ടുനിന്ന സുഹൃത്തുക്കളടക്കം ഇപ്പോഴും ആ ഷോക്കിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ വെച്ചായിരുന്നു സംഭവം. ഇത് ഈ പോണേക്കര ഭാഗത്ത് നിന്നും വരുന്ന റെയിൽവേ ട്രാക്കാണ്. ഇടപ്പള്ളി മെയിൻ റെയിൽവേ സ്റ്റേഷൻ ഇവിടെയാണ്. ഇന്നലെ നമുക്കറിയാം പച്ചാളം ഭാഗത്ത് ട്രാക്കിന് കുറുകെ മരം വീണതുകൊണ്ട് ഏറെ നേരം ട്രെയിനുകൾ പലയിടങ്ങളിലും പിടിച്ചിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഏറെ വൈകി ഒരു 6 മണിയോടുകൂടിയായിരുന്നു ഈ ട്രാക്കുകളെല്ലാം ക്ലിയർ ചെയ്ത് ഓരോ ട്രെയിനുകളായി പൊക്കോണ്ടിരുന്നത്. ആ സമയത്ത് ഈ കാണുന്ന ട്രാക്കിലായിരുന്നു ഗുഡ്സ് ട്രെയിൻ പിടിച്ചിട്ടുകൊണ്ടിരുന്നത്. ഈ സമയത്താണ് ഈ ആന്റണിയും സുഹൃത്തുക്കളും ഈ ഭാഗത്ത് നിന്നും വരുന്നു. അവർ ഈ ഭാഗത്ത് നിന്നും വന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക്, അതായത് ഇടപ്പള്ളിയുടെ മെയിൻ ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആന്റണിയും സുഹൃത്തുക്കളും വന്നത്. അത് ഒരു സുഹൃത്തിന്റെ ബർത്ത്ഡേ ആണ്. അതിനുവേണ്ടി കേക്ക് മേടിക്കാൻ വേണ്ടി ഇവർ പോകുന്ന വഴിയായിരുന്നു. ഈ സമയത്ത് ഈ ഗുഡ്സ് ട്രെയിനിന്റെ അടിയിലൂടെയായിരുന്നു കൂട്ടുകാരെല്ലാവരും മറുവശത്തേക്ക് കടന്നത്. ആന്റണി ആ സമയത്ത് തന്നെ ഈ ഗുഡ്സ് ട്രെയിനിന്റെ സൈഡിൽ കാണുന്ന ആ ഒരു കോവണി അതിലേക്ക് വലിഞ്ഞു കയറുന്നു. അപ്പൊ സുഹൃത്തുക്കൾ അപ്പുറത്ത് നിന്നിട്ട് സുഹൃത്തുക്കൾ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ കയറരുത്, അപകടമാണെന്ന് പറയുന്ന സമയത്ത് തന്നെ ആന്റണി ഇതിന്റെ മുകളിലേക്ക് എത്തിയിരുന്നു. നമുക്ക് കാണാം ഈ കാണുന്ന ലൈൻ കമ്പി, ഇതിലെ നിന്ന് ഷോക്കേറ്റാണ് തൽക്ഷണം ആന്റണി താഴേക്ക് വീഴുന്നത്. ഇതിലൊക്കെ എത്രമാത്രം കറണ്ടാണ് പാസ് ചെയ്യുന്നതെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. മറ്റു മുന്നറിയിപ്പുകളൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. ഈ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുമ്പോൾ പോലും എത്രമാത്രം നമ്മൾ ജാഗ്രത പാലിക്കണമെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അത്ര പോലും ഈ 19 വയസ്സുകാരൻ ലാഘവത്തോടെ പെരുമാറി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഈ ട്രാക്കിൽ നിന്നും ആന്റണി തെറിച്ചു വീഴുന്നു. സുഹൃത്തുക്കൾ കാണുന്നു. സുഹൃത്തുക്കൾ ഓടിപ്പോയി ഈ റെയിൽവേനെ വിവരം അറിയിക്കുന്നു. ഒപ്പം ഈ യാത്രക്കാരൊക്കെ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. നമുക്ക് കാണാം പ്ലാറ്റ്ഫോം കുറച്ച് അകലെയായിട്ടാണ്. അവിടെ യാത്രക്കാരെ വിളിച്ചുകൊണ്ട് വരുന്നു. ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ആന്റണിയുടെ ഈ ഷോക്കേറ്റ് തറയിൽ വീണ ആന്റണിയെ അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയത്. ഇതിന് ഏറ്റവും അടുത്തുള്ള ആശുപത്രി അമൃതയാണ്. പക്ഷേ ഏകദേശം 90% പൊള്ളലേറ്റ ആന്റണിയെ അമൃത ആശുപത്രിയിൽ അത്ര തീവ്രപരിചരണം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അടുത്തുള്ള മെഡിക്കൽ
സെന്ററിലേക്ക് കൊണ്ടുപോയത്. അവിടെ എത്തിയപ്പോൾ തന്നെ ആന്റണി നല്ല രീതിയിൽ ശരീരത്തിൽ ഏകദേശം 95% പൊള്ളലേറ്റു എന്ന് ഡോക്ടർമാർ പറയുന്നു. ചികിത്സയ്ക്ക് ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധന നടക്കുന്ന സമയത്ത് തന്നെ ആന്റണിയുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എന്തായാലും എളമക്കര പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. സുഹൃത്തുക്കൾ ഇപ്പോഴും അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. അതിന്റെ ഒരു ആഘാതത്തിൽ നിന്നും ആ കുട്ടികളും മോചിതമായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കും. അതിനുശേഷം വീട് ഇതിന്റെ അടുത്ത് തന്നെയാണ് ആന്റണിയുടെ വീട്. വീട്ടിന് സമീപത്ത് തന്നെയായിരുന്നു ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വിഷമിപ്പിക്കുന്ന മറ്റൊരു കാര്യം. എന്തായാലും ആന്റണിയുടെ മൃതദേഹം ഇന്ന് തന്നെ സംസ്കരിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ആ കുടുംബം ഇപ്പോഴും അതിന്റെ ഞെട്ടലിലാണ്. ആ ഒരു വേദനയിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മകനേ ഉള്ളൂ. അച്ഛനും അമ്മയ്ക്കുമായി ഏക മകൻ, 19 വയസ്സേ ആയിട്ടുള്ളൂ. എന്തായാലും റെയിൽവേ ഇതൊരു പ്രാഥമിക അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഓരോ ക്രോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലാഘവത്തോടെ കുട്ടികൾ പെരുമാറുമ്പോൾ അതിന് ഏത് രീതിയിലൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കാം, അവർക്ക് ഏത് രീതിയിൽ ഒരു അവബോധം നടത്താം എന്നതൊക്കെ റെയിൽവേ പരിശോധിക്കുന്നുണ്ട്. സമാനമായ രീതിയിൽ, അതായത് ഇവിടെ വെച്ച് തന്നെ ഒരു 2 മാസം മുൻപ് ഒരു ഇതര സംസ്ഥാന തൊഴിലാളി മദ്യപിച്ചു വന്ന് ട്രെയിൻ നിർത്തിയിട്ട ട്രെയിനിന്റെ മുകളിൽ കയറി ഈ കമ്പിയിൽ പിടിച്ച് ഷോക്കേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇങ്ങനെ ഒരു 2 മാസത്തിനിടയിൽ രണ്ടാമത്തെ കാര്യമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തായാലും വളരെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കുറച്ച് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരു മേൽപ്പാതയുണ്ട്. അതിൽ കൂടി നടന്നു വേണമെങ്കിലും കുട്ടികൾക്കപ്പുറം ക്രോസ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. ആ ഒരു അത്രയും ദൂരം നടക്കാൻ വയ്യാത്തത് കൊണ്ട് ഒരു സാഹസികത കാണിച്ചു. പക്ഷെ അത് വലിയൊരു ദുരന്തത്തിലേക്കാണ് അവസാനിച്ചതും. ആര്യ, തീർച്ചയായും സംഭവ സ്ഥലത്ത് നിന്നാണ് നവമി ദിനേശ് നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ്. നിർത്തിയിട്ട ഗുഡ്സ് ട്രെയിനിന് മുകളിലൂടെ കയറി ഈ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ 19-കാരൻ പോടേക്കര സ്വദേശിയാണ് ആന്റണി ജോസ് മരണപ്പെടുന്നത്. വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റാണ് മരണം സംഭവിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ അപകടം സംഭവിച്ചത്. എന്തായാലും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് റെയിൽവേ. നമ്മൾ പോകുന്നത് മറ്റൊരു അന്തർദേശീയ വാർത്തയിലേക്ക് തന്നെയാണ്. ഇറാന്റെ പുതിയ പ്രസിഡന്റായി റിഫോമർ മസൂദ് പെസസ്കിയാൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് പരിഷ്കരണവാദിയായ പെസസ്കിയാനെ തെരഞ്ഞെടുത്തത്. സെയ്ദ് ജലീലിയെ തോൽപ്പിച്ചാണ് ഇദ്ദേഹം രാജ്യതലപ്പത്ത് എത്തിയത്. ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ശേഷം ഇറാന് പുതിയൊരു പ്രസിഡന്റ് ഉണ്ടായിരിക്കുന്നു. പരിഷ്കരണവാദിയായ മസൂദ് പെസഷ്കിയാൻ. ജനഹിതമനുസരിച്ച് ഇനി പെസഷ്കിയാൻ ഇറാനെ മുന്നോട്ട് നയിക്കും. ഇറാനിൽ വലിയൊരു മാറ്റത്തിനാണ് പെസഷ്കിയാൻ പദ്ധതിയിടുന്നതെന്നാണ് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിദേശകാര്യ നയങ്ങളിലടക്കം മാറ്റമുണ്ടാകും. ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അൽ ഖമനേനിയിൽ നിർണായക സ്വാധീനം ചെലുത്താൻ പെസഷ്കിയാന് കഴിയുമെന്നും വിലയിരുത്തലുണ്ട്. നിലപാടുകളിൽ കടുപ്പക്കാരനായ യാഥാസ്ഥികവാദി സെയ്ദ് ജലീലിയെ തോൽപ്പിച്ചാണ് ഹൃദ്രോഗ വിദഗ്ധനും സർജനുമായ പെസഷ്കിയാൻ ഇറാന്റെ ഭരണ തലപ്പത്തേക്ക് എത്തിയത്. ദുർഘടമായ പാതയാണ് നമുക്ക് മുന്നിലുള്ളതെന്ന് രാജ്യത്തോട് പെസഷ്കിയാൻ പറഞ്ഞതിൽ വലിയ അർത്ഥങ്ങളാണുള്ളതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനി നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള അവസരമാണ്. കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ജനങ്ങളുടെ സഹകരണമുണ്ടെങ്കിലേ എല്ലാം സുഗമമാകൂ. ജനങ്ങളെ താൻ ഉപേക്ഷിക്കില്ല, ജനങ്ങളും തന്നെ ഉപേക്ഷിക്കില്ലെന്ന് കരുതുന്നു. ഇതായിരുന്നു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഇറാനിയൻ ജനതയോട് പെസഷ്കിയാൻ എക്സിലൂടെ പറഞ്ഞത്. ഇറാനിൽ പെസഷ്കിയാൻ സൃഷ്ടിക്കുമെന്ന് കരുതപ്പെടുന്ന വലിയ മാറ്റം രാജ്യത്തെ നിർബന്ധിത ശിരോവസ്ത്ര നിയമം എടുത്തുമാറ്റുമെന്നതാണ്. ഇതു സംബന്ധിച്ച് സൂചനകളൊന്നും പെസഷ്കിയാൻ ഇതുവരെ നൽകിയിട്ടില്ലെങ്കിലും അതാണ് ഇറാനെ ഉറ്റുനോക്കുന്ന രാജ്യാന്തര നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നത്. ഇറാനിലെ ഷിയ ഭരണക്രമത്തിൽ മറ്റു വലിയ മാറ്റങ്ങളൊന്നും നടപ്പാക്കാനും ഇടയില്ല. എന്നാൽ വിദേശകാര്യ നയത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. 2015 ആണവ കരാറുമായി ബന്ധപ്പെട്ട് ലോകവുമായി ഇറാൻ എന്നും സംഘട്ടനത്തിലാണ്. ഇതിനൊരു പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പെസഷ്കിയാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമോ എന്ന ചോദ്യമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ലോകശക്തികളുമായി ആണവ കരാർ കാര്യത്തിൽ നിർത്തിവെച്ച ചർച്ചകൾ പുനരാരംഭിക്കാൻ സാധിച്ചാൽ തന്നെ അത് വലിയ മുന്നേറ്റമാകും. ആണവ ശക്തി എന്ന നിലയിൽ ഇറാന്റെ ഓരോ നീക്കങ്ങളും, പ്രത്യേകിച്ച് ഇനി പെസഷ്കിയാൻ എടുക്കുന്ന ഓരോ നിലപാടുകളും അതുകൊണ്ട് തന്നെ അമേരിക്കയും ബ്രിട്ടനും അടങ്ങുന്ന ലോകശക്തികൾക്ക് നിർണായകമാണ്. മൊത്തത്തിലുള്ള വിലയിരുത്തൽ അനുസരിച്ച് പാശ്ചാത്യ ലോകവുമായി ഇറാനെ നല്ല ബന്ധത്തിൽ എത്തിക്കാൻ പെസഷ്കിയാന് കഴിയുമെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
ഇറാന്റെ ഇനിയുള്ള വിദേശ നയങ്ങൾ നിർണായകമാകുന്നത് ഇപ്പോഴത്തെ ലോക സാഹചര്യത്തിൽ കൂടിയാണ്. ഗാസയിൽ ഇസ്രായേലിന്റെ യുദ്ധം തുടരുകയാണ്. ഇത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയം കലുഷിതമാക്കുന്നുണ്ട്. വർഷം 1.5 കഴിഞ്ഞിട്ടും പരിഹാരമൊന്നും ആർക്കും നിർദ്ദേശിക്കാൻ കഴിയുന്നില്ല. ഇതിനിടയിൽ ഇറാന്റെ പിന്തുണയുള്ള ലബനോണിലെ ഹിസ്ബുള്ളയുമായും ഇസ്രായേൽ സംഘർഷപാതയിലാണ്. ഇനി തീരുമാനം പെസഷ്കിയാന്റെ ആശയത്തിലാണ്. ഹിസ്ബുള്ളയും ഇസ്രായേലുമായുള്ള സംഘർഷം കടുത്താൽ അത് യുദ്ധത്തിലെത്താൻ ഒട്ടും അമാന്തമുണ്ടാകില്ല. അതുകൊണ്ട് പെസഷ്കിയാൻ എടുക്കുന്ന നിലപാട് അത്യന്തം ഗൗരവമുള്ളതാകും. പരിഷ്കരണവാദിയായ പെസഷ്കിയാൻ പ്രസിഡന്റ് ആയെങ്കിലും ഇറാനിൽ ഭൂരിപക്ഷം ഇപ്പോഴും കടുംപിടുത്തക്കാരായ യാഥാസ്ഥികവാദികൾക്കു തന്നെയാണെന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും പരിഷ്കരണത്തിന് പെസഷ്കിയാൻ ഇറങ്ങിത്തിരിച്ചാലും അത് അടിമുടിയുള്ള മാറ്റത്തിന് വഴി തുറക്കില്ലെന്നുറപ്പാണ്. അത് വിദേശ കാര്യങ്ങളിലായാലും ആഭ്യന്തര കാര്യങ്ങളിലായാലും എല്ലാം ഒരുപോലെ തന്നെയായിരിക്കും. ദശകങ്ങളായി ഇന്ത്യയുമായുള്ള അഭേദ്യമായ ബന്ധമാണ് ഇറാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കും നിർണായകമാണ് പെസഷ്കിയാന്റെ ഭരണ പരിഷ്കരണങ്ങളും നയങ്ങളും. അപ്പോൾ നമ്മുടെ മോർണിംഗ് വൈബ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.